സ്നേഹം നിറഞ്ഞവരെ, നമ്മളുടെ ഗാന്ധിയൻ കോൺഗ്രസ് അറ്റ് 100 പരിപാടി ഇന്നത്തെ സെഷൻ, രാവിലത്തെ സെഷൻ ആരംഭിക്കുകയാണ്. ഗാന്ധിയൻ ആദർശങ്ങളുടെ ഹരിത രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ ആമുഖ പ്രഭാഷണത്തിനായി സബർമതി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ കൂടിയായ ഡോക്ടർ ടി.എസ്. ജോയിയെ ക്ഷണിക്കുന്നു. ആദരണീയ മേധാ പട്കർജി, ശ്രീ ശ്രീയ നീലകണ്ഠൻ, ശ്രീ കെ സഹദേവൻ, ബഹുമാനായ DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ്, ഈ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഇന്നലത്തെ ചടങ്ങ് കൊച്ചി നഗരം നമ്മൾ ഈ ഒരാഴ്ചക്കാലം എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനെ സാദരം നമ്മെ അനുമോദിച്ച ദിവസമായിരുന്നു ഇന്നലെ. ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷ പദം ഏറ്റതിൻ്റെ 100ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഈ നഗരം ലോകത്താദ്യമായി ഗാന്ധിയൻ തത്വചിന്തകളുടെ അടിസ്ഥാനത്തിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകളും സിമ്പോസിയങ്ങളും ചർച്ചകളും നടത്തുകയാണ്. അതിലാദ്യത്തെ ചടങ്ങാണ് ഇന്നത്തേത്. ഗാന്ധിയൻ ആദർശങ്ങളുടെ ഹരിത രാഷ്ട്രീയം എന്നതാണ് ഇന്നത്തെ വിഷയം. ഈ വിഷയത്തിൽ സംസാരിക്കാൻ ലോകത്ത് ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും പ്രഗത്ഭമതിയായ ആളെയാണ് ശ്രീ മാഡം മേധാ പട്കർജിയെ ഇവിടെ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ ധന്യതയായി ഞാൻ കണക്കാക്കുന്നു. ഗാന്ധിജിയുടെ പരിസ്ഥിതി ദർശനം അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിലൂടെ രൂപം കൊണ്ടതാണ്. സാമാന്യ ജനതയെ ഒരു പുതിയ ജീവിതക്രമത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു എന്നതാണ് ഗാന്ധിയൻ ദർശനത്തിൻ്റെ സവിശേഷത. പ്രപഞ്ചം, മനുഷ്യൻ, സമൂഹം, ജീവജാലങ്ങൾ എന്നിവയെ കോർത്തിണക്കിക്കൊണ്ടാണ് ഗാന്ധിയൻ ദർശനത്തിൻ്റെ രൂപകൽപ്പന. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ ആത്മകഥയിലൂടെയും ഹിന്ദു സ്വരാജ് എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയും കത്തുകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും അദ്ദേഹം തൻ്റെ ദർശനങ്ങൾ ലോകത്തിന് വിളംബരം ചെയ്തു. മനുഷ്യജീവിതത്തെ സ്പർശിക്കുന്ന സമസ്ത തലങ്ങളെയും ഗാന്ധിജി സ്പർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഗാന്ധിജിയെ മറ്റ് ലോക നേതാക്കളിൽ നിന്ന് ഏറെ വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹം പരിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും തീക്ഷ്ണവും ശക്തവുമായി പറഞ്ഞത് ഉപഭോഗ തൃഷ്ണ മാത്രമുള്ള ഒരു ജീവിതത്തെ സംസ്കാരം എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് തുറന്നു പറഞ്ഞയാളാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം വീണ്ടും ലോകത്തോട് പറഞ്ഞു, മനുഷ്യൻ്റെ ആവശ്യം വേറെയാണ്, ആഗ്രഹവും വേറെയാണ്. ആവശ്യത്തെ ആഗ്രഹവുമായിട്ട് താരതമ്യം ചെയ്യരുത്. ആവശ്യത്തെ അത്യാഗ്രഹം കീഴ്പ്പെടുത്തുന്നതാണ് ഭൂമിയെ നശിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് ആരംഭം കുറിക്കുന്നതെന്ന് ഗാന്ധിജി പറഞ്ഞു. നമ്മുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടുന്ന വക പ്രകൃതി നിത്യവും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യനും അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടത് മാത്രം കൈക്കൊള്ളുകയും കൂടുതലൊന്നും എടുക്കാതിരിക്കുകയും ചെയ്യുക എന്ന സന്ദേശമാണ് ഗാന്ധി ലോകത്തിന് നൽകിയത്. ഇതിലും വലിയൊരു പരിസ്ഥിതി സന്ദേശം ലോകത്ത് ഇന്ന് വരെ ആരും നൽകിയിട്ടുമില്ല, ഇനി ആരും നൽകാനുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയ ഒരു വിഖ്യാതരായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിമ്പോസിയം ഇവിടെ നടക്കുന്നത്. ഇന്ന് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ലോകം മുഴുവൻ ആകാംക്ഷയോടുകൂടി, ലോകത്തിൻ്റെ പല സ്ഥലത്തും ലോകത്ത് പാരിസ്ഥിതികമായ ഭീഷണി നേരിടുമ്പോൾ മേധാ പട്കർ എന്ത് പറയുന്നുവെന്നാണ് ലോകം ശ്രദ്ധിക്കാറുള്ളത്. അവരുടെ വാക്കുകൾക്ക് വേണ്ടി ലോകം കാതോർത്ത് നിൽക്കുന്ന കാലമാണ്. നാം അവരുടെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യവും ഏറ്റവും വലിയ ആശ്വാസവും. ഭൂമി അതിൻ്റെ ഏറ്റവും ദുരന്തമായ മുഖത്തെ ഫേസ് ചെയ്യുമ്പോൾ ഇങ്ങനെയും ഒരാളുണ്ട് ഭൂമിക്ക് വേണ്ടി സംസാരിക്കാൻ എന്നുള്ളത് നമ്മുടെ കാലഘട്ടത്തെ ഏറ്റവും ധന്യമാക്കി തീർക്കുന്നു. ശ്രീമതി മേധാ പട്കറെക്കുറിച്ച് വിശദമായി പറയണമെങ്കിൽ പുസ്തകങ്ങൾ തന്നെ വേണ്ടിവരും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. സ്വാതന്ത്ര്യ സമര സേനാനിയായ വസന്ത് ഖാനോൽക്കറുടെയും
സാമൂഹ്യ പ്രവർത്തകയായ ഇന്ദു ഖനോൽക്കറുടെയും മകളായിട്ടാണ് അവരുടെ ജനനം. അവർ റൂയ കോളേജിൽ നിന്ന് BSc ബിരുദം നേടി, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്ന് MA ബിരുദം നേടി. അതിനുശേഷമാണ് ഗവേഷണ വിദ്യാർത്ഥിയായി ഗവേഷണത്തിൻ്റെ തലങ്ങളിലേക്ക് സാമൂഹ്യ പ്രശ്നങ്ങളുമായി അവരിറങ്ങുന്നത്. ആ സമയത്താണ് നർമ്മദ ജലതർക്ക ട്രിബ്യൂണൽ സർദാർ സരോവർ അണക്കെട്ട് പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. അവരാ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. നിസ്സഹായരായ മനുഷ്യർ, കർഷകർ, നിരക്ഷരർ, അവരെ ചൂഷണം ചെയ്യുന്ന ഭരണകൂടങ്ങൾക്കെതിരെ അവർ ആഞ്ഞടിച്ചു. സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചു. ഒരു വശത്ത് ഭരണകൂടം, അവരുടെ പോലീസ്, ഗുണ്ടകൾ. മേധാ പട്കർ അഹിംസയുടെ മാർഗം തിരഞ്ഞെടുത്തു. ഗാന്ധിജിയുടെ മാർഗമാണ് അവർ തിരഞ്ഞെടുത്തത്. ഗാന്ധിജിയുടെ മാർഗത്തിലൂടെ അവർ ജനത്തെ സംഘടിപ്പിച്ചു. അങ്ങനെ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന മഹാസമിതി രൂപം കൊണ്ടു. നമ്മുടെ പാരിസ്ഥിതിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്നാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. അതിൻ്റെ നേതൃത്വം വഹിച്ചു എന്നുള്ളതുകൊണ്ട് അവർ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായി. അവർക്ക് ലോകം മുഴുവൻ, ഇന്ത്യയിൽ മാത്രമല്ല, പൊതു സ്വീകാര്യത ലഭിച്ചു. ആ പൊതു സ്വീകാര്യതയാണ് ആ മാഡത്തെ ഇന്ന് ഈ വേദിയിലെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നിരവധി അവാർഡുകൾ അവരെ തേടിയെത്തി. ലോകം അവരുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്ത് നിൽക്കുന്നു. അങ്ങനെ എത്തിച്ചേർന്ന മാഡം മേധാ പട്കർജിയെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വി കോർഡിയലി വെൽക്കം യു ദി ഓസ്പീഷ്യസ് ഒക്കേഷൻ. വെൽക്കം യു മേധാജി. വേദിയിലിരിക്കുന്ന CR നീലകണ്ഠൻ കൊച്ചിയുടെ സാംസ്കാരിക മുഖമാണ്. ഒരു വിശേഷണവും നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാനില്ലെങ്കിൽ പോലും കൊച്ചിയും കേരളത്തിലെ എന്ത് പ്രശ്നങ്ങൾ, പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ, അതുപോലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എന്ത് വരുമ്പോഴും അദ്ദേഹം വേണമെങ്കിൽ ഇവിടുന്ന് കാസർഗോഡ് വരെ ബസ്സിന് പോയി ആ പ്രശ്നത്തിൽ ഇടപെടും. കാസർഗോഡ് നിന്ന് തിരിച്ച് ബസ്സിന് പോയി തിരുവനന്തപുരത്ത് ഇടപെടും. ഒരു പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ലാതെ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സബർമതി പഠന ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് മുതൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അദ്ദേഹം അടിസ്ഥാനപരമായി എൻജിനീയറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് മുഴുവൻ സാമൂഹികമായ ഉന്നമനത്തിനും മനുഷ്യാവകാശത്തിനും വേണ്ടിയാണ് അദ്ദേഹം ചെലവഴിക്കാറ്. ശ്രീ CR നീലകണ്ഠൻ അവറുകളെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വേദിയിലിരിക്കുന്ന K. സഹദേവൻ സാറ് നിങ്ങൾക്ക് പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം അറിയാവുന്നയാളാണ്. ഏത് വിഷയത്തെക്കുറിച്ചുമൊക്കെ ആധികാരികമായ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹം ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പുലർത്തുന്ന നിശ്ചയദാർഢ്യവുമെല്ലാം നമ്മെ അദ്ദേഹത്തെ കൂടുതൽ അദ്ദേഹത്തോട് ആദരവുണ്ടാക്കുന്നു. ശ്രീ K. സഹദേവൻ അവറുകളെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ഇനി DCC പ്രസിഡൻ്റാണ്. ഞാനിങ്ങനെ നിരന്തരം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമില്ലാത്തതുകൊണ്ടും ഇങ്ങനെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെല്ലാം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായി ഗാന്ധിയുടെ കോൺഗ്രസ് അധ്യക്ഷ പദവിയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു ചുമതലക്കാരനായി അദ്ദേഹം മാറി എന്നുള്ളത് DCCയുടെ അല്ല, സബർമതിയുടെ അല്ല, കൊച്ചി നഗരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി മാറുകയാണ്. ഒരു വശത്ത് കടലാണ്, കടൽ അലയടിക്കുകയാണ്. അതിൻ്റെ അനുരണനം നമുക്കറിയാം. നമ്മളിവിടെ കൊളുത്തി വയ്ക്കുന്നത് ഒരു സത്യത്തിൻ്റെ, അഹിംസയുടെ പ്രകാശമാണ്. ആ പ്രകാശത്തെ കൂടുതൽ തെളിയിക്കാൻ വേണ്ടി കടൽ മന്ദമാരുതനെ അയച്ചുകൊണ്ടിരിക്കും. ഈ പ്രദേശത്തിന് പ്രത്യേകതയുണ്ട്. ഈ രാജേന്ദ്ര മൈതാനം, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ളവർ, JB കൃപലാനി ഉൾപ്പെടെയുള്ളവർ വന്നുപോയ മൈതാനമാണ്. ഈ ചരിത്രം ഉറങ്ങുന്ന ഭൂമിയിൽ നിന്നാണ് ഈ ചരിത്രത്തിൻ്റെ പുനരാവിഷ്കരണം നമ്മൾ നടത്തുന്നത്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ശ്രീ മുഹമ്മദ് ഷിയാസിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇന്ന് അവധി ദിവസങ്ങളൊക്കെ ആയിട്ട് പോലും എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വളരെ ഊഷ്മളമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളുടെ പോരാട്ടം നടത്തുന്ന ശ്രീമതി മേധാ പട്കർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും പതിറ്റാണ്ടുകളുടെ പോരാട്ടത്തിൻ്റെ ഭൂമികയിൽ നിലനിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഔദ്യോഗിക വേദിയിൽ പോലും ഒരിക്കലും അവർ പങ്കെടുത്തിട്ടില്ല. ഇന്നവർ പങ്കെടുക്കുന്നത്
മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായതിൻ്റെ 100ാം വാർഷികം ആചരിക്കുന്ന ഈ വേദിയിലാണ്. നമുക്കവരുടെ വാക്കുകൾക്ക് കാതോർക്കാം. We cordially welcome dear Medaji to address the gathering who eagerly waiting for hear your fightful words. സഹോദരി സഹോദരന്മാരെ നമസ്കാരം. Mr. Mohammad Shiaz Sedu Das ji, because of whom I am here, C.R. Neelakandan and Sahadevan, who have always remained our colleagues and supporters. And I am here now not on behalf of any political party, but also not only Narmada Bachao, when today is the need to Desh Bachao, Desh Banao. And ours is the National Alliance of People's Movements, as you may have heard of. So I feel pleased and privileged to be here in the Rajendra Prasad ground on the banks of the backwater, which has become a big issue in the Narmada Valley today, devastating thousands of houses after we got 50,000 families rehabilitated over 39 years of struggle. But I'm also happy to meet you all who are Gandhi Bhakta. Now, Bhakta is a term which is very popular, so I'm using that today. It's very, very essential that we realize why is Gandhi ji as Mahatma, with our commitment to his ideology and value framework and all that he has done for this country and the world, as is recognized by not only all of us, but Barack Obama to Einstein and who not, Tolstoy. And it is very essential that you have organized this to really remember that in spite of a number of attempts were made to murder, and finally he had to accept martyrdom. He didn't say Jai Shri Ram, he said Hey Ram. It's very essential to really assert that today, in spite of a number of attempts to try and demolish the whole martyrdom and whatever he has left us as a source of inspiration, and abuse and try to kill his contribution, but that is not successful and will not be successful ever. And that's why it is not just one political party, but Congress, which was initially a political organization. We too are not apolitical. But that was not a party at that time. And beginning was made with that struggle against the British Empire and imperialism.
And today, we are in a number of struggles with the same kind of goal to really deny any role in the governance and politics of this country. That would be another kind of imperialism. So having celebrated number of events, celebration of Mahatma Gandhiji's contribution is to vision and to religion. That is a path for our life, is very, very essential and valuable step that you have taken. I salute you all for that. We all know that Mahatma Gandhi's childhood was very different. And he had to go to South Africa for his source of livelihood, in spite of some questions raised by his mother and so on. And he started practicing like a normal professional lawyer. But whatever happened in South Africa, which is a long story, but it has given an in-depth message not only to Mahatma Gandhiji, but also to all of us. And that kind of discrimination which he faced, but he fought against, is something that we have to be ready to fight even today. ये केवल काले और गोरे के बीच में नहीं था. Two categories and communities of humans, that is happening today with divisive politics and divisive economics also, and divisive social approach and perspective is faced in not just in India, but in many parts of this world. When the Gaza Patti has been bearing heartbreaking killings of thousands of children and women, I feel ashamed to be alive and not be able to do anything much beyond protest and stand with Palestine. And now the attack on Lebanon and whatnot. But we know that when Mohandas Karamchand Gandhi really faced that kind of apartheid just in a compartment of railway, which is now in the open, in the field, with encounters and whatnot, he really took up that battle. And he became a leader with commitment to equity and justice. And only these two values bring in humanity, without which it is not possible. So it is the Gandhiji's contribution to that struggle in South Africa. But when he came back and first time participated in the Congress Adhiveshan conference, 1901, not 1924. We have to start looking at from there. The real Swachhata Abhiyan, जिसका चश्मे का फोटो तो सब जगह लगा हुआ है आज देश में, लेकिन to look at the aswachhata through Gandhiji's eyesight is something that is required today. To take a jhadu, a broom in the hands by some leaders and have the photographs and show that the Swachhata Abhiyan is started with crores spent on the big posters is not what is Gandhiji's message. He cleaned around the Calcutta Adhiveshan conference all that was spread around, taking the broom in his hand while he was a lawyer guest coming from South Africa in that conference. So imagine what kind of ground level based insan
human being he was. And we know that that whole approach to life was based on his certain focused values that has come to be reflected right up to the Constitution of India, while he was not a part of MALAYALAM. But he gave the responsibility with his message and his intervention to Dr. Baba Sahib Ambedkar. That we cannot forget. It is also necessary to understand that it was truth on one hand, non-violence on the other. That was the Gandhiji's main value framework. And आज ईश्वर ही सत्य है, ये सब जगह बात फैल रही है। मैं कल भी देख रही थी और आज दशहरा है, तो बहुत सारे झंडे लगे हुए हैं पूरे केरल में। आपको हिंदी समझती है ना? मेरा तो हिंदी चैनल ज़्यादा चालू है, because for last few months I was bogged down in Narmada on fast, on dharna, on Jal Satyagraha and so on. But it is necessary to understand that ईश्वर ही सत्य है, इसको गांधी जी ने पलट दिया. He turned it to say that satya ही ईश्वर है. And today when everywhere we have to face the fakeness, the fraudulent and campaigns of falsehood, not only against the social activists like us, but also against particular communities who are disrespected and condemned as minorities. And Gandhiji's commitment to truth was expressed in many ways throughout his life. He said whatever he thought of in a particular situation, and has also changed his views with not pride but self-confidence. And that's why truth is something that he has said to us should be our main pillar of life. If that is demolished, what remains? We know that whenever any injustice, any atrocity is faced, some fake reason is given by those who commit the same. Whenever a natural calamity is said to have happened, the truth behind which Sahadevan, CR and all of them, all of us keep on investigating, not digging the land or the hills and mountain ranges, or mining is not carried out. But we have to go into the depth to realize why is the climate changing? Why is landslide occurring? Not only in Kerala, in Western Ghats, but in Uttarakhand, which has become Khanda Khanda today. So truth is something that cannot barely emerge like a fish coming on the water. We have to really spread our net, and that is the net of unity, solidarity, and commitment to truth. And this is necessary today because the whole history of India, the freedom movement, certain political initiatives and struggles in those days, everything up to the contribution of the Mahatma is being distorted, perverted, and presented. So what was Gandhiji's role? Was he for dividing Bharat and Pakistan? Or was it Jinnah and Savarkar? What was Gandhiji's views about Shahid-e-Azam Bhagat Singh and Baba Sahib Ambedkar to Subhash Chandra Bose? Everything is distorted. What was the culture
of not only biodiversity but cultural diversity of India. Ganga Jamuna Tehzeeb, everything is distorted. It is not just the names of the stations which are changed. When it was a station in Maharashtra called Aurangabad, they changed it. When it was Usmanabad, they changed it. So what is the true history that would show us the path towards the real sustainable and just future is something that we have to take from Mahatma Gandhiji, and it is our duty and commitment that is to be expressed and followed beyond this Congress and conference. And that's why Mahatma Ji's truth was also something that made him say and act saying that जो हम बोलेंगे वो ही करेंगे, करनी और कथनी में कोई अंतर नहीं हो. Today, any political party or even an individual politician really has to face this challenge. Otherwise, when one is in opposition, one says something, and one is in power, another thing is said and believed. That is something the people, not just the voters, but voter citizens, really feel very fed up of. So we expect from all those who still remember Gandhiji's 100 years contribution to this oldest of the political party to really follow this ideal, कथनी और करनी में कोई फर्क नहीं होना चाहिए. गांधी जी का ये message, this message of his, was reflected in everything that he stuck to. When the second value was non-violence, I was also shocked when a few years ago I read the detailed description of what position he had taken in the context of the First World War. He had not opposed Indians joining the war as Sipahis. Does that mean that he was for violence? No. But he took a position, and he did not fully oppose when the Pakistan and India had to come to fight on the battleground. This many of you also might not have heard. And we better forget it. Because after that, his spiritual strength, his soul force, as he called it, became to be based on non-violence, non-violence, and non-violence. So ahimsa paramo dharmaha, ये किसी एक रिलीजन का हिस्सा नहीं है, but जीवन धर्म का हिस्सा है, is the message that Gandhi ji has given throughout his life, and especially through the freedom movement. Because he was for non-violence, he never even had hatred towards his murderer, his attackers, and that was great. It was Mir Alam in South Africa who first went against him due to some kind of misinterpretation of his actions. And then he became the closest supporter of Gandhiji. But Gandhiji's love and respect for Mir Alam was one of the reasons to bring him close to Mahatma Gandhi. And same thing, whenever he was tried to be attacked, but they could not kill him, he always said immediately after attack that don't respect them. Bring them to me, bring him to me, let me have a dialogue. Now this kind of pro-dialogue attitude that only can save non-violence as the value in our life was something that Gandhiji's path of action has told us how to do it about. It is very essential to understand
that he therefore looked at non-violence as the main humanitarian approach. And today what is happening? Today hinsa, hinsa, hinsa. Everywhere, not only on the women in Manipur, but everywhere against women, against Dalit women, bringing caste, class, gender together, and also the minority-majority differences, not in their attitude to life, not in their attitude to religion, if at all there is difference in the rituals, but that is made to be a political device to catch vote bank or to kill vote bank, and violence has become the main approach and source of achieving their goal. This is what we have to take the challenge. If we respect Gandhiji's value, we cannot keep quiet. If there is a fake encounter, if there is instigation towards riots in Madhya Pradesh, the same region through which Rahul Gandhi's yatra passed in district Khargon, I went to present him 2 fact-finding reports, which we had to do very carefully, facing police stopping us from reaching there, but telling us that, Madam, state guest house में आइए, वहाँ आपके लिए खाना तैयार है. मैंने कहा हम खाने के लिए नहीं आए हैं, हम देखने और जानने के लिए आए. But when we sat down in a Shahavalli gully, and we realized how the Kashmir Files was the film which was shown in a party office for 15 days, bringing the women and children there in their own vehicles, party vehicles, and then mesmerizing them, hypnotizing them, and then changing their attitude till the Ram Navami day. When we realized that Ram Navami was very peacefully celebrated by that community who really were the Ram Bhakta Raghuvamshi Samaj. And their yatra had no violence involved. But immediately after they finished their yatra reaching to the Ram Mandir, the another yatra came with the political leadership, and they first pulled down the green flag and they put the another flag. Now that saffron color is a color of sacrifice, nothing else. And yet this color is coloring the whole divisive politics, is something that we saw and we reported in our fact-finding report. Can we all not do this? Can we keep quiet when we remember Gandhiji, who reached not just Chauri Chaura, but also to Noa Khali, without attending the first celebration of freedom? Because his definition of freedom was very, very different. His freedom was freedom of every citizen and human being. He had the respect for all living beings as well. And he had his commitment to carry out his duty as a human being, not just a party member or a politician, not even just as a citizen of one country. So this is what we feel challenged today, to perform our own duty. And in order to do this, we have to understand how this can be done with courage and commitment by all of us. That is also to be learned from Mahatma Gandhi. When he went to Champaran movement, which was one of the first basic movements favoring the farmers. Today we are in Sanyukta Kisan Morcha. We are challenging inequity that is leading to the suicides, which I heard about in Wayanad also yesterday, when whole day we were in Churumala, Mudakkai and other villages. It was heartbreaking. But when Gandhiji took up that battle of Champaran and was against Jamindars, what is the situation today?
There are new kind of jamindars. In Mumbai, in the name of rehabilitation and redevelopment of one single slum in the named as Dharavi, the largest slum in Asia, Gautam Adani ji is given hundreds of acres of land all over Mumbai. Every slum that we are working in through our Ghar Bachao, Ghar Banao Andolan. Even today I am facing the challenge when our court cases are going on. But we know that when Dharavi is totally against getting displaced and losing their livelihoods with small, small cottage and village industries, the dream of Gandhian economy, how will they accept those multi-storied buildings, and why should they accept a corporate looter who is earning not less than 1,600 crores, as is in the news, per day? Allow him to take over instead of self-development by those workers who are a part of that slum. All the construction workers, all the laborers, carpenters, everyone is staying in the slums, and still they cannot develop their own housing. They don't have the land rights, they don't have the housing rights, they don't have right to life and livelihood. And in such a situation, when we remember the Champaran movement, we also should remember that when Gandhiji was taken to that area with Rajkumar Shukla and the local leadership, he never denied their role. He took all of them together, and then he did not want to stand before the court, the judiciary, which is considered as one of the 4 pillars of democracy in our country. I also keep pleading the cases for the laborers, for the Narmada, displaced people, others. But it is something that we must remember, because Gandhiji said in that court that I don't want any judgment from this judiciary. It is the political battle, and this battle will be won only if we get a political decision and action. Exactly the same situation we are facing today in this country. I won't quote all the judgments that I can, and I won't go into what the Chief Justice said and what was reaction to that and this and that, and who went to whose house and performed a puja and so on. I will only say that if the judiciary is also one of the pillars, then the legislature, bureaucracy, judiciary and media, all the 4 pillars our house of democracy stands on. And so if one pillar gets, what do you call it, dimak, white ant, what will happen to the house? If one pillar gets destroyed, the whole house will collapse, as we saw it in the Mundakai village yesterday. So it is necessary for us to remember Gandhi and not just have the legal battle. And that's also because what was happening during those days, the British imperialism, is happening today with another kind of imperialism. No doubt in the legislatures there is some space, but is there space to raise the real issues and get the truthful answers? No. We were happy that there is some space for the opposition parties in the parliament today, if not in the assemblies like Madhya Pradesh. But there also, whatever space they have, you have, do you have the space which is really political and social, is a question. Commenting on the budget, yes, big speeches are given by all, whom we salute, to show courage and question the vulgar iniquity faced by this country, which is further promoted by one budget and another. So it is not just the finance minister against her past husband that is the conflict. The conflict is really between the corporatization,
that is really looting this country, its land, water, forest, and that needs to be courageously questioned and challenged. And when it is questioned by one leader of opposition, immediately the legal action with the fake cases are filed against him. The same thing happens with the various social activists who are called as urban Nakshals, as if Nakshalites were urban. It is therefore necessary to understand that every pillar of democracy in this country today is facing this kind of impacts and encroachments to interventions and interferences. And that is why Gandhiji's statement before the court was very, very important, and that needs to be followed even today. Doesn't mean that we are against legal action. We are against going to judiciary and standing before the court. We too do. But merely legal action will not work. If today Gandhiji was present, he would have certainly taken the stronger position on this issue. And even then, he did not leave the ground level activism. So he was not just a politician. He was an activist at the same time, just as he was a visionary and a real ideologue for not only Congress party, but for all of us and the people of the world that is recognized and respected, appreciated even today. So it is necessary that we have the legal and mass actions together. That combination was the Gandhiji's strategy. Now, strategy may look like a conspiracy. That was not. His heartfelt choice of the path and choice of a kind of satyagraha was something that was his battle. And how did he take this forward? Shahid-e-Azam Bhagat Singh also had said that he doesn't want any rule by the court and the judiciary. He stopped his father from praying before the British imperialist, as Savarkar did. Now, this difference that was based on the non-violence path of struggle, but also faith in non-violence, truth, and commitment to the Jana Shakti and governance with Jana Shakti, nothing else. So Janakiya Samaram, as we call it in Kerala, is something that is necessary to be taken forward with the Gandhian inspiration and vision, is something that I would like to assert today. And this is possible for even a political party, a politician. When Rahul Gandhiji came to the streets, how was that carried forward with a great impact through the dialogue with the various people? It was women, it was poor, workers, who was not there? We also went and met him. In Kerala, some people boycotted him. It was a very sorry affair as we saw it. But our CR representing NAPM sat with him for 1.5 hours. We sat with him for a few hours in Maharashtra. And what we said was that, look, as a politician, you have a role. And as a non-party politicians, we have another role. When we represent and you also represent the affected people, not only affected by a dam or a development project, but affected by every kind of encroachment and impingement upon their human rights, their economic rights, their labor rights, their constitutional and rights also, you also have to come to the streets. Not only in one yatra up to Kashmir, but you have to come to the streets whenever there is injustice and atrocity. Whether it is against Dalit or Adivasis, but nowadays it is not only against them, for which there is at least an act of 1979 preventing the atrocities. You have to come to the streets when the migrant laborers are walking thousands of kilometers, and we had to take to the fast on the border of Maharashtra and Madhya Pradesh and then stop them from walking, not forcefully, but humbly. And then
the railway and the buses started. But Rahul Gandhi said, yes, I agree. With a very, very soft and sweet dialogue that we could have with him is something that I cannot forget. Because some of the colleagues which were sitting around were taking a different position. They were saying, Medha ji, abhi is par zyada baat mat karna. Abhi is par zyada baat mat karna. And Rahul Gandhi ji took the same issues when he started responding to us. So that was the creditable kind of pro-dialogue approach of a politician that we witnessed and we saluted him for. And we gave our memorandums saying that, look, every elected representative should have a regular, timely dialogue with all kinds of organizations who cannot jump into the electoral politics only. Yes, some of the activists played a clear and straightforward role in supporting the good candidates and their candidature. But we also gave our manifestos. The Green Manifesto was presented in the Haryana elections recently, and it was the party who is now in power and who was in power that has included much of it in their manifesto. I said, okay, don't worry that you have lost the battle. You take that manifesto, which is not notarized, but take the manifesto and stand before them, their party office, their elected representatives, and say, we want this to be implemented. Now, this kind of dialogue and approach, even to the party politics, electoral politics, is something that we can learn from the Gandhian ideology and strategy both. His satyagraha was something that was challenging himself. So satyagraha, whether it is a fast or a jala satyagraha as we always have, is something that we have to take up time and again. And Rahul Gandhi said it with a smiling face that, Meenaji, I know that if we do something wrong, you will be the people who will stand in front of us. I said, yes, of course, we will have to. But accepting this with an open-heartedness is something that is Gandhism. And it is therefore necessary for us to understand that Sansad Bahya Rajniti, the outside parliament and outside assembly, what should be the kind of political approach and actions that we all should feel committed to take. And a regular dialogue between the party leaders, party elected representatives and the communities, and also reaching out wherever there is injustice, is something that we must be committed to. It is also necessary to understand how Gandhiji looked at religion and casteism. Today, caste, something that we cannot cast away is the caste. And that is affecting the social integrity and unity beyond all the names that are given, Vande Bharat and this and that, that is faced by the community and society today. Gandhiji had really his bhakti with Ram, पर कभी भी राम मंदिर उसके लिए करोड़ों रुपए खर्च करना, that was not his approach at all. And he always thought that Satya hi Ishwar hai. But with his following the Hindu religion, he never became Hindutvavadi. That was the greatness. And that was because he looked at religion as a code of ethics, commitment to the certain norms with the faith and conviction. And he always acted as a real dharmic person with compassion for the human and living beings as a whole. Now, is that happening today? Today in religion, the morality and ethics, if that gets lost and seen to be lost, then we have to stand and question
When the slogan is given in every mandir in Madhya Pradesh, for example, Dharma ki jai ho, adharma ka nash ho. But what is dharma and what is adharma is not necessarily understood and allowed to be understood by even the Dalit youths who walk in the Kavadi Yatra, the Adivasi youths who really participate in great number at the cost of their own life. And अस्तित्व और अस्मिता, इसके बीच में जो एक कॉन्फ्लिक्ट आज खड़ा है, अस्तित्व के प्रश्न है, right to food, right to housing, right to livelihood, everything. Those are not addressed necessarily when the asmita really inspires even those who are otherwise facing hell in their life. And that is why it is necessary for us to build that kind of youth cadre who would not necessarily be totally atheist, but who will look at religion from the eyesight of Mahatma Gandhi. And only that will save the real religion. Birsa Munda had talked about Prakruti Dharma. We every day in our Prarthana in the Narmada Andolan office talked about Manav Dharma. And we say, Kaha Ram hai, kya Rahim hai, yah Prakruti Jeevan mera, मेरा ही जल मेरी नदी, ये जमीन और जंगल मेरा. और आखिरी में यही, विकास की सही सोच हो, उसमें ही राम रहीम हो. So we don't deny the existence in the faith, not in reality in front of us. What was in Ramayana, what was in Mahabharata, we cannot prove anything. But we don't want the conflict to be surrounded by one single mandir where 80 old mandirs were demolished. Hundreds of poor people's houses were demolished in Ayodhya, and the Ram finally taught a lesson that he doesn't accept this. It is therefore necessary that हे राम कहते हुए जो गुजर गए, वो महात्मा जी की रिलीजन के बारे में सोच, विचारधारा और अप्रोच हम लोग कभी भी भूले नहीं. ये जरूरी है कि उन्होंने कभी भी कास्ट को भी नहीं माना. जरूर हरिजन शब्द, we were using that word earlier. Then in one of the meetings, Dalits got very upset with me and he said, why are you calling Dalits? I said, Dalits and Harijan, there is no difference. I am also Harijan. The God has given us life. It's something like a faith. But Gandhiji brought it only to move towards caste annihilation, not casteist division. And today, if we can see, he is also blamed for challenging reservation. When Baba Sahib Ambedkar was for the separate constituencies, he had to take up a fast in 1932, no doubt about it. But Baba Sahib felt at his heart and he went and met Mahatma Ji and they had the Pune agreement. So Mahatma Ji's viewpoint was towards caste annihilation. Today we are experiencing, when we cannot oppose the SC/ST reservation, we cannot oppose that reservation should become superfluous, unnecessarily unrequired, dispensable after few years or few decades. But right since 1947, 1949, when the constitution is, given to us in our hands, there is no situation still arisen where the reservation can end. On the other hand, every community is asking for reservation, reservation, reservation. Is that really helping us to move towards caste annihilation? I say no. I feel dilemma therefore to support or not to support the reservation, whether it is of OBC, of Pasmanda Muslim, of Dhangar, the cattle grazers, everyone is asking for reservations. How will we get beyond casteism
in such a situation. The only path is to have the universal policy which will be based on equity, justice and fraternity, which is the value framework given to us by Gandhiji and no one else. And that is reflected in the Constitution as well. It is therefore to be realized that Gandhiji's value framework is the framework of constitutional values. I am just gifted by a young group who is working towards saving the Constitution. When we know that even the word like socialism and secularism came as late as in 1976. It was too late, no doubt. But whatever is there brought by the MALAYALAM is already a reflection of the socialist viewpoint. And that's why the communist versus socialist, the Congress versus communist is something that should be looked beyond. And anyone who really looks into the socialist ideology will realize and does realize, and you have already the experience of the same, is the opposition and struggle against inequity, which has taken the vulgar kind of form in economy as well as in society, in cultural diversity also. It is therefore necessary that we take that position also very, very strongly and question. When the farmers and laborers are not getting even 600 rupees per day, in Kerala it is somewhat better. But still the difference, the inequity is not acceptable. And that is what is really challenging us, even because the natural resources are also facing commodification and commercialization, and through that corporatization. We therefore have to fight the battle for the farmers. If they get a better MSP in Kerala, we appreciate it. But if there is no proper procurement system for paddy to plantains, then we have to even bring that change into every single state. And that will not happen unless it gets a form of a legislation. But today, even the legislations, the laws are changing. Not just the criminal law, the labor laws, 29 out of 44 are changing. And that too, the amendment to bring in the 4 weak codes are brought through parliament, through so-called parliamentary democracy, when more than 140 parliamentarians are thrown out. How can this happen? This really also tells us that parliamentary democracy has its role, but also has its limitation. And hence, we have to look at democracy in the wider sense of the term. And that also Gandhiji has contributed a great deal. The decentralized approach is something that brought in the concept of Gram Swaraj, that we are trustees, not owners of any of the natural resources, is something that we are reminded of when we go to the place like Wayanad, where deforestation took place since 1980s, and that was replaced by tree plantation of eucalyptus to whatnot, and some tea plantation, some cardamom and paper, no doubt. But killing the natural forest, full of biodiversity, in the beautiful and bountiful Western Ghats, which your state has the major part of, and then facing landslides, facing soil piping, facing forest fires, facing cloud bursts, everything that happens not only as a result of the natural calamity, but human interventions in the name of politics, in the name of economics, based on those resources, and then the related impacts like the climate change and the greenhouse gases. Now, when we take this position, many people question it. Yesterday in the open public meeting, in presence of the MLA,
Mr. Siddiqui of your party, when we spoke about the tunnel that is planned as an alternative to the hairpin roads, where we were also stuck for a few hours when we were traveling back. But few youngsters rose up and started coming towards dais and challenging us. And we said that we can have matabhed, but we cannot have manabhed. Let us sit and have a dialogue. Let us see whether the environmental and social impacts of those projects are assessed, whether impact assessment process has included the people of the area, those who are generations old communities, whether on the sea coast of fish workers, whether the riverine communities, whether those in the hills and mountain ranges. Are they taken into consideration? You have a few thousand residents association in Kerala. We salute Kerala government always for carrying this forward. There was Isaac, that time, and the district planning concept, which even George Fernandes wanted to carry forward. But is every residents association asserting their right to land, water, forest, asserting their right to become participants in the development planning process, is a question. It is therefore necessary to understand why did Gandhiji gave us Gram Swaraj, Gram Kosh and Gram Sabha. Now the Gram Sabha got included by Rajiv Gandhi, another Gandhi, in 1992-93 through Article 243 and 244. And that is given to the urban residents and the Grameen people to have their own right to plan their own development. And that must give us not a chance but a vision about what is development. Now, Gandhian economic development is an ecological prosperity, sustainability and justice-based development. That is why unemployment is a big question discussed today. But how will the employment generation take place? Will it take place through maximum and unstopped, mechanization? No. So Gandhiji was not totally against machines, otherwise he is also blamed for that. But he wanted to have limits to mechanization. Human body is also a machine. And human force is the largest capital that a country like India or China has. And we must respect this and use this along with the natural resources. Now that was the green vision of Gandhiji. Now he cannot be easily called as environmentalist because ecological knowledge with ethics to be reflected in action was Gandhiji's ideology, faith and commitment to. And this is reflected in the Constitution, Article 48, but it is not followed in this country. And that is why not just Western Ghats, but Himalayas, the Ladakh, they are also on fast even today, because every kind of questioning to exploitation, extraction of the natural resources, killing through pollution, even the houseboats I can see. There are 4 reports. But if houseboats are in the creek, it is a different story. If they come through the National International Waterways Authority to Narmada, that is prevented by Supreme Court and National Green Tribunal, and still they are carrying forward. We have to fight and fight and fight the battle to save the livelihood of our fish workers, but also to save the potability of Narmada waters, which is absolutely lost. I have the test reports in my hands. So, Pujan Karna Nadika is one thing, and Manan Karna is another thing. So, Gandhiji's approach was of Manan, about the ecology, about the natural resources, and he always wanted to save it
while taking the economy forward. So employment generation in the Article 43 of the Constitution, where cottage industries are mentioned, but is that the priority of the government today? But there is a chance of anyone who comes to power to really change the whole approach, to have the decentralized management of water. Because big dams, we followed America, USA, since the Tennessee Valley Corporation into Damodar Valley Corporation. What is happening in the Damodar Valley today? I will not take that much time. What is happening in the USA? They have decommissioned 1,951 dams. European countries have decommissioned more than 4,000 dams. And if we are bringing and building dams and dams and dams, even in the Chalakudi region, after having 6 dams there already, if there is one more Athirapalli is suggested, even the chief minister like Achyutananda, who was sensitive, he had to take a position. And Women Chandi was a chief minister who even during the tsunami, when we came to Kerala, after having spent days in Kudalur district of Tamil Nadu with the Irula Adivasis on relief work, he met us at 10 o'clock at night in his office. That kind of pro-dialogue approach, Samvadashilata, is something that we salute. And if this does not happen at the wider level, at the country's level, involving the people from each community, not just occupational communities, but geographical, occupational, social, without carrying out these divisions, and also involving women. Women were a part of the SATHEESAN. I am thankful to the youths who have given a report, a booklet, with the contribution of women to SATHEESAN. Many people do not even know about it. But without women, there can be no life. So it is necessary to understand how Gandhiji was particularly following this path of participatory, transparent, accountable, and decentralized approach. And only that can save this country from the worst that is happening, leading to 1,500 scientists giving us a warning that within few decades the humanity would be finished. Just yesterday I saw the 2024 report having come from the international major force, and I have gone through the post-disaster report on Nava Keralaam by all the state level, national level, and international level organizations. And what is the Nava Keralaam? It really talks about the integrated approach, intersectoral approach, and community participation, which was also reflected in Madhav Gadgil's report on Western Ghats. When some people challenge it, or bypass it, or not accept it, not only politicians but even the civil society people, then that leads to the calamities like the floods in 2018 or the Western Ghat devastation in Wayanad, in Maharashtra, and Himalayan melting of the snow and killing of the Ladakh's rights of the Pashu Palak, the cattle grazers, and the Joshi Mutt being devastated. It is all that Gandhiji has, in a way, told us as to how to really take it forward. And the talisman that the Gandhiji has given to decide what should be the priorities in economy to politics is something that we cannot ever forget. Because today when 80 crore people are still living on the 5 kg rice, the Right to Food Act came in 2013, just before the government changed in 2014. Who is complying with that act? Forest Rights Act came when Manmohan Singh himself took a position saying that it is historical injustice that is faced by the Adivasis. When I referred to Adivasi as indigenous community in the United States Human Rights Commission,
I was challenged by the ambassadors standing up and shouting against me that Bharat, India has no indigenous community. I said, my God, do you understand the meaning of the word Adivasi? The Adivasi means the first inhabitants, the indigenous community. So all this thing from local to national and international is something can be guided on the Gandhian path, and that only can save us. But before all this, we have to really understand how this can happen, even being a part of a political party or a civil society organization as we are termed today. I still see the difference between the NGOs and people's movements, and I say the role is mainly of people's movement. And Gandhiji was in people's movement throughout. When 78 persons walked in the Gandhi Yatra, initially even Sardar Patelji was not for it. But his fight for the farmers was supported by Gandhiji, and he never went against Gandhi. Initially he had some questions, but then they were closed till end. Just as Gandhiji and Ambedkar Gandhiji and Bhagat Singh Gandhiji and Nehru, there are and there were differences in their ideology and some solutions, but it was Gandhi who was the real, mobilizer, coordinator, and one who brought together all of them. And Gandhiji took even the party, which you are celebrating 100 years of, to the each gully, not limiting to Delhi. And that is the difference between the present politics and Gandhian politics. And that's why, although Gandhiji did not accept the Subhash Chandra Bose way of getting freedom, he did not challenge his commitment, his Desha Bhakti. आज हम लोग कुछ क्वेश्चन करते हैं तो तत्काल हम देशद्रोही हो जाते हैं. But that was not Gandhiji's approach. He respected Subhash Chandra Ji, and Subhash Chandra Bose was the one who called him Rashtrapita for the first time. So imagine how was the compassionate approach and that talisman to really focus on the Dalits, Pidit, Shoshit, exploited and deprived populations as to be the first and the foremost focus of our present economy and politics is possible only if we have in our hearts Gandhiji. There's prarthana that we say every Gandhi Jayanti is not only about one Vaishnava community. Vaishnava jana to tene kahiye re, pida parai jane re, par dukhe upakar kare toe, मन अभिमान ना माने रे. इस प्रार्थना में इतनी चीजें हैं कि हर महिला को माता मानना चाहिए, यहाँ तक उसमें रिफ्लेक्टेड है. गांधी जी ने ऐसा बहुत कुछ दिया है. उनके ऊपर सबसे पहली किताबें तो अंतर्राष्ट्रीय लेखकों ने लिखी, पर अभी कितनी किताबें गांधी जी के ऊपर है. हमारे यंगस्टर्स, हमारे यूथ्स क्या ये पढ़ते हैं? हमारी आजादी की संकल्पना गांधी जी ने कैसे आगे बढ़ाई थी, और जो आजादी गरम दल नरम दल, तिलक वर्सेस अगरकर, इस प्रकार से एक कॉन्फ्लिक्ट के साथ आगे संकल्पना जा रही थी. कॉन्सेप्ट वाज टेकन अहेड not without conflict, but Gandhi ji took to the Bharat Yatra after coming from South Africa as per the message given to him by Gopal Krishna Gokhale. But he was fighting the battle against the Brahmanism. He was fighting battle against within party and also in the society that kind of caste domination. And that was also reflected when Nehruji first declared the Mantri Mandal, the cabinet, the names of the ministers. Gandhiji said, you don't have anyone who can really lead the law ministry forward.
So Nehruji did not understand, and Gandhiji suggested the name of Dr. Baba Saheb Ambedkar. This should not be forgotten if we want to walk on the path of Gandhiji, is my humble this thing. And that non-violence only has given us not just the Tiranga. Those who were opposed to Tiranga for decades are now selling the Tiranga, hiring material from Reliance industry. See the contradictions and contrast. The Gandhiji was for Khadi and Charkha. These were not just symbols. These were the sources of the Gandhian economy to save ecology with the simplicity that was also his life pattern. मेरा जीवन ही मेरा दर्शन है. इसलिए आज भी मैं अगर कहीं बड़ी गाड़ी में आती हूँ या मुझे अभी वापस कोर्ट केस है दूसरे दिन तो फ्लाइट से जाना पड़ता है किसी ने टिकट देने पर. But I feel ashamed because we have to have Gandhiji in our heart and in our actions and life as well. And that should be remembered by all of us who celebrate Azadi and Azadi Mahotsav, Amrut Mahotsav and so on. So, De di tune azadi bina khadga bina dhar. Matlab, you gave us freedom without any shastra, any weapon. We have astra, satyagraha, Dandi Yatra to all kinds of Rahul Gandhiji's Yatra, Nafrat Chodo Yatra. We had Nafrat Chodo Samvidhan Bachao Yatras in 250 districts and so on. We have those astra but not shastra. If Gandhiji was present today, I'm sure he would have supported the Palestinian struggle and stood against Israel, to whom the weapons are going from India, against the Article 51 of our constitution. Workers are sent to the area where the Palestinian workers are to be replaced. Imagine how can we support this kind of politics. International politics of being Vishwa Guru or whatever. We want the talisman of Mahatma Gandhi to be followed because उन्होंने हमको आज़ादी दी है और कैसी दी है. दे दी तूने आज़ादी बिना खड़ग बिना धार, साबरमती के संत तूने कर दिया कमाल. जिंदाबाद. नमन. Thank you, Medhaji. ശ്രീമതി മേധ പട്കർ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിൻ്റെ സാരമെന്ന് പറഞ്ഞാൽ, ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നീതി അടിസ്ഥാനമാക്കിയിട്ടുള്ള വികസന സങ്കല്പമാണ് എന്നാണ്. ഗാന്ധി ഇന്നും പ്രസന്റാണ്, നാളെയുടെയും നേതാവാണ്. കാലാതീതമായ ഗാന്ധിയെ കുറിച്ചിട്ട് നമ്മുടെ ഈ 6 ദിവസത്തെ സെമിനാറിൻ്റെ മുഴുവൻ സാരാംശവും ഉൾക്കൊണ്ടിട്ടുള്ള ഇത്ര നല്ലൊരു പ്രഭാഷണം കാഴ്ചവെച്ച അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അതോടൊപ്പം അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ബഹുമാനിയായ കെ സഹദേവനാണ്. 3 പതിറ്റാണ്ട് കാലത്തെ പരിസ്ഥിതി രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ, എഴുത്തിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ ഗ്രീൻ പൊളിറ്റിക്സിൻ്റെ ഒരു വക്താവായിരിക്കുന്ന അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിൽ നമ്മെ അഭിസംബോധന ചെയ്യാൻ ക്ഷണിക്കുന്നു. ആദ്യം തന്നെ ഒരു കൺഫെഷനാണ്. ഏതാണ്ടൊരു 15 വർഷം ഗാന്ധിയൻ ആശ്രമത്തിൽ ജീവിച്ചതിന് ശേഷവും ഗാന്ധിയുടെ ഗുജറാത്തി ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യത്തെ ജീവചരിത്രം 4 വോള്യം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനു ശേഷവും സ്വയം ഗാന്ധിയൻ എന്ന് വിശേഷിപ്പിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ അവകാശപ്പെടാനോ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രധാനമായും സമീപകാലത്തെ കാലാവസ്ഥാ മാറ്റങ്ങളടക്കമുള്ള വിഷയങ്ങളിൽ അതിൻ്റെ ഒരു ബദൽ നിലവിലുള്ള ഒരു സാമ്പ്രദായിക സമ്പദ്ശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു എക്കണോമി എങ്ങനെ വികസിപ്പിച്ചെടുക്കാം, ഒരു
പരിസ്ഥിതി സമ്പദ്ശാസ്ത്രം, ഒരു എക്കോളജിക്കൽ എക്കണോമിക്സ് എങ്ങനെ നമ്മുടെ പ്രദേശത്തിനും നമ്മുടെ രാജ്യത്തിനും അനുരൂപമാകുന്ന നിലയിൽ വികസിപ്പിച്ചെടുക്കാമെന്നുള്ള നിലയിലുള്ള പലതരത്തിലുള്ള സംവാദങ്ങളിലും പഠനങ്ങളിലും ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ ഒരുപക്ഷെ ആ സംവാദങ്ങളിൽ, അത്തരം ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന ഒരു ആശയം, ഒരു വ്യക്തി എന്ന നിലയിലല്ല, ഒരു ആശയം എന്ന നിലയിൽ ഏറ്റവും അധികം കോൺഫ്രണ്ടേഷൻ വരുന്ന, അല്ലെങ്കിൽ അതിനെ മറികടക്കാതെ അതിനെ ആയിട്ടൊരു കൂടിക്കാഴ്ചയിലൂടെ അല്ലാതെ മുന്നോട്ട് പോകാൻ ലോകത്തിന് തന്നെയും സാധിക്കില്ല എന്ന് തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഗാന്ധിയുടെ പ്രസക്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു 100 കൊല്ലത്തിന് മുന്നേ എങ്ങനെയായിരുന്നു അതിനേക്കാളും എത്രയോ കാലികമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും ഈ പരിസ്ഥിതി സമ്പദ്ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ഡയലോഗുകളിൽ, അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളുടെ രൂപീകരണത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായി ഗാന്ധിയൻ കാഴ്ചപ്പാടുകൾ കടന്നു വരുന്നു. ഗാന്ധിയുടെ സാമ്പത്തിക ശാസ്ത്രമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. പുതിയ ആധുനിക സാമ്പത്തിക ശാസ്ത്ര വിഷയങ്ങൾ, പ്രത്യേകിച്ചും ഈ പരിസ്ഥിതി സമ്പദ്ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എവിടെയും ഗാന്ധി ഒരു പരാമർശവുമല്ല. പക്ഷേ ഇത് തമ്മിലുള്ള ഒരു സന്നിവേശം സാധ്യമാകുന്ന ഘട്ടമെന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന ആധുനിക ടെർമിനോളജികളൊന്നും തന്നെ കാലാവസ്ഥാ വിഷയവുമായി ബന്ധപ്പെട്ടുവോ അല്ലെങ്കിൽ ഈ പുതിയ സമ്പദ്ശാസ്ത്ര ദർശനങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ടെർമിനോളജികളൊന്നും തന്നെ കടന്നു വരുന്നില്ലെങ്കിൽ പോലും 100 വർഷം മുന്നേ, അത് കൃത്യമായി പറഞ്ഞാൽ 1909 അദ്ദേഹം ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു പുസ്തകം, അതിനകത്ത് എഴുതി വന്ന അല്ലെങ്കിൽ അതിനകത്ത് പരാമർശിക്കുന്ന കാര്യങ്ങൾ നമ്മളിന്ന് നമുക്കതിനെ പുതിയ തരത്തിൽ, പുതിയ രീതിയിൽ, പുതിയ ടെർമിനോളജികളിലൂടെ നമുക്ക് അതിനെ അവതരിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ ഒരു കാര്യം ഒരുപക്ഷെ നമ്മൾ ഇനിയും നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ വേദിയിലിരിക്കുന്ന നേതാക്കളൊക്കെ തന്നെയും വളരെ വൈകാതെ തന്നെ സംസ്ഥാനത്തിൻ്റെയും അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അധികാര പദവിയിലെത്തുന്ന ആളുകൾ തന്നെയാണ് എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും വികസനം സംബന്ധിച്ചിട്ടുള്ള ഒരു സാമ്പ്രദായിക ബോധ്യം സൂക്ഷിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ളതും പല കാലങ്ങളായി അത്തരം വികസന ബോധ്യങ്ങളോട് കോൺഫ്രണ്ട് ചെയ്തിരിക്കുന്ന പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റിൽ ഉണ്ടായിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്നറിയാം. എങ്കിൽ പോലും ഇത്തരമൊരു ഗാന്ധിയൻ ദർശനത്തെ സംബന്ധിച്ചിട്ടുള്ളൊരു കോൺഫറൻസിന് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തയ്യാറാകുന്നത് വളരെ യാദൃശ്ചികമായിട്ടുള്ളൊരു സംഗതിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. മറിച്ച് അത് കാലം ആവശ്യപ്പെടുന്നൊരു അനിവാര്യതയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരാളാണ്. നമുക്ക് എത്ര തന്നെ മാറ്റി നിർത്താൻ നമ്മൾ ശ്രമിച്ചാലും, നമ്മളൊരു പക്ഷേ ഒരു സാമ്പ്രദായിക വികസന മാതൃകൾ, വലിയ രീതിയിലുള്ള ഹൈസ്പീഡ് റെയിൽവേ സംവിധാനങ്ങളെക്കുറിച്ചും അണ്ടർപാസുകളെക്കുറിച്ചിട്ടും ടണൽ റോഡുകളെക്കുറിച്ചും ഹൈ മെട്രോകളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും ഇതിനൊക്കെ പോകാകുന്ന പരിധിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിന് നമുക്ക് കടന്നു പോകുന്ന ഒരു ദൂരമുണ്ട്. ആ ദൂരത്തെ സംബന്ധിച്ച് ഒരു പക്ഷേ ഒരു 100 വർഷം മുന്നേ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഗാന്ധി എന്നത്. ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഇനിയും ഈ രീതിയിലുള്ള മെട്രോ സംവിധാനങ്ങളും സ്മാർട്ട് സിറ്റികളുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടത്. വളരെ സ്പീഡിൽ ഇന്ന് ചന്ദ്രനിലേക്ക് പോകാനും തിരിച്ചു പോകാനും ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആശയങ്ങൾക്ക് പരിധിയില്ലാതുള്ളൂ. ഇവിടെ ഈ ഭൂമി എന്ന് പറയുന്നത് വളരെ പരിമിതമായ ഒരു വിഭവങ്ങളുള്ള ഒരു സംവിധാനമാണ് എന്നുള്ളതാണ്. കെന്നത്ത് ബോൾഡിംഗ് എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് വളരെ കൃത്യമായിട്ട് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ഏതാണ്ട് ഒരു 50 വർഷം മുന്നേ പറഞ്ഞിട്ടുണ്ട്. പരിമിതമായ ഒരു ഗ്രഹത്തിൽ അപരിമിതമായ വളർച്ച, നിരന്തരമായ വളർച്ച, എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്നത് ആരായാലും ഒന്നുകിൽ അവർ ഭ്രാന്തന്മാരായിരിക്കും, അല്ലെങ്കിൽ അവർ സമ്പദ് ശാസ്ത്രകാരന്മാരായിരിക്കും എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ നാം എല്ലാവരും ഈ രീതിയിലുള്ളൊരു അപരിമിതമായ നിരന്തരമായ വളർച്ച ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ഈ സാമ്പത്തിക ശാസ്ത്രന്മാരായി നമ്മളെ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. സാധ്യമല്ല. ഇത് സാധ്യമല്ല എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് അടുത്ത ഒരു 10-20 വർഷം സമാനമായ രീതിയിൽ, 30 വർഷം സമാനമായ രീതിയിലുള്ള ഒരു വികസനത്തെക്കുറിച്ച് നമുക്കൊരു പക്ഷേ സ്വപ്നം കാണാനും അല്ലെങ്കിൽ അതിനനുസരിച്ച് പോകാനും നമുക്ക് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ അനുവദിച്ചേക്കാം. പക്ഷേ ഭൂമിയിൽ മനുഷ്യവംശമെന്ന് പറയുന്ന അടുത്ത 30 വർഷത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല. നമ്മുടെ എത്രയോ ജനറേഷനുകൾക്ക്
ഇവിടെ കഴിഞ്ഞേ പറ്റൂ. അപ്പം ആഗോളതലത്തിൽ തന്നെയും സാമ്പത്തിക വികസനത്തെ സംബന്ധിച്ച പുനർചിന്തനങ്ങൾ കടന്നു വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി കടന്നു വരുന്ന ഗാന്ധിയെ സംബന്ധിച്ചുള്ള വിഭവ വിനിയോഗത്തെ സംബന്ധിച്ച് ഗാന്ധി പറഞ്ഞ എല്ലാവർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ ഇവിടെയുണ്ട്, പക്ഷേ മനുഷ്യരുടെ ആർത്തിയെ പുഷ്ടിപ്പെടുത്താനുള്ള വിഭവങ്ങളില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ആഗ്രഹങ്ങളും ആർത്തിയും ആവശ്യവും ഒക്കെ തമ്മിലുള്ള വേർതിരിവ്, വകതിരിവ് ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കേണ്ട ഒരു ട്രാൻസിഷൻ പീരീഡ്, ഒരു പരിവർത്തന ഘട്ടമായി ഈ ഒരു കാലത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ ഒരു വിവേകം നമ്മുടെ പ്ലാനേഴ്സ്, നമ്മുടെ ആസൂത്രകർ, രാഷ്ട്രീയ നയരൂപീകരണ വക്താക്കൾ എത്ര നേരത്തെ തിരിച്ചറിയുന്നു എന്നുള്ളിടത്താണ് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഭാവി വളരെ ഭദ്രമായി നിൽക്കുക എന്നുള്ളതാണ്. ഇതിന് നമുക്കൊരു എന്താ പറയുക, ഇത്തരത്തിലുള്ളൊരു ആലോചനയ്ക്ക് ഏതെങ്കിലും ഒരു പുതിയൊരു ദാർശനികനെയോ പുതിയൊരു മിഷയെയോ തേടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അന്തർദേശീയ തലത്തിൽ എക്കോളജിക്കൽ എക്കണോമിക്സ് പോലുള്ള പുതിയ ആശയധാരകളെ കുറിച്ചുള്ള ചിന്തകളൊക്കെ കടന്നു വരുമ്പോൾ അവിടെ അതിനകത്തേക്ക് ഏറ്റവും നായകസ്ഥാനത്തേക്ക് കടന്നു വരുന്ന ഒരാളാണ് ഗാന്ധി. അത് തന്നെയാണ് ഈ വിഭവത്തിൻ്റെ പരിമിതികളെ സംബന്ധിച്ച് ഏറ്റവും നൂതനമായ അറിവായി അന്ന് 100 വർഷം മുന്നേ അത് പറയാൻ കഴിഞ്ഞ വ്യക്തിയെ നമുക്ക് മറ്റ് ഏത് രാജ്യത്തും അന്വേഷിക്കേണ്ടതില്ല, ഇവിടെ തന്നെയുണ്ട് എന്നുള്ളതാണ്. ഇതല്ലാതെ ലോകത്തിന് മുന്നിൽ വേറെ വഴികളില്ല എന്നുള്ള ഒരു പ്രതിസന്ധി, ഒരു എന്താ പറയുക, ഒരു അന്തരാള ഘട്ടം എന്ന് നമുക്ക് പറയാം. ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്ററി ബൗണ്ടറീസ് എന്ന് പറയുന്ന പ്രപഞ്ചാതിർത്തികൾ, ഓസോൺ പാളിയിലെ വിള്ളലുകൾ എന്നൊക്കെ പറയുന്നത് ഒരു ശാസ്ത്രലേഖനങ്ങളിലെ വെറുതെ പാസിംഗ് ആയിട്ട് കടന്ന് വായിച്ചു പോകാവുന്ന ഒരു കാര്യങ്ങളല്ല ഇന്ന്. എക്സ്ട്രീം വെതർ ഇവൻസ് അല്ലെങ്കിൽ അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളീയരെ സംബന്ധിച്ചോളം ഒരു 10 വർഷം മുന്നെയെങ്കിലും അത് ഈ ഇന്ത്യയുടെ കിഴക്കൻ ബെൽറ്റിൽ ഞാൻ താമസിക്കുന്ന പ്രദേശമാണ്. അവിടെ സംഭവിക്കുന്ന ബംഗാൾ, ഒറീസ, ആന്ധ്ര മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു ഈ അതിതീവ്ര ചുഴലിക്കൊടുങ്കാറ്റുകൾ എന്നൊക്കെ പറയുന്നത്. ഇന്ന് കേരളത്തെ അടക്കം എല്ലാ വർഷവും ഒന്നുകിൽ അതിതീവ്ര വരൾച്ച അല്ലെങ്കിൽ അതിതീവ്ര മഴ, ലാൻഡ് സ്ലൈഡുകൾ, ഉരുൾപൊട്ടലുകൾ എന്ന് തുടങ്ങി നിരന്തരമായ പ്രകൃതി ദുരന്തങ്ങളുടെ ഭീഷണിയിൽ ഒരു സമൂഹത്തിന് ജീവിക്കേണ്ടി വരുമ്പോൾ ഇതെന്തുകൊണ്ട് എന്നുള്ളത് കേവലമായ ഒരു ദൈവകോപമായിട്ടോ അല്ലെങ്കിൽ പ്രകൃതിയുടെ കേവല വികൃതിയായിട്ടോ കാണിക്കാവുന്ന ഒരു കാര്യമല്ലെന്നും നാം നാളിതുവരെയായി 100-200 വർഷങ്ങളായി 150 വർഷങ്ങളായി തുടർന്നു വരുന്ന വികസന ബോധ്യങ്ങൾ, അതിൻ്റെ പ്രയോഗങ്ങളുടെ ഒരു പരിണത ഫലമാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് കേവലം പരിസ്ഥിതിവാദികളുടെ ഏതെങ്കിലും ഒരു ഉച്ചക്കിറുക്കായിട്ടല്ല, മറിച്ച് അതൊരു യാഥാർത്ഥ്യമായി ലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിലുള്ള ക്ലൈമറ്റ് സമ്മിറ്റുകളിൽ, എക്കണോമിക് സമ്മിറ്റുകളിലൊക്കെ തന്നെയും സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്നുള്ള ഒരു പുതിയ ബോധ്യത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ നിർബന്ധിതമായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ അത് പ്രാദേശിക തല ഭരണകൂടമായാലും ദേശീയ തലത്തിലുള്ള ഭരണകൂടമായാലും നിലവിലും സമാനമായ നമുക്ക് വികസിക്കണം, നമുക്ക് എന്താ പറയുക, ഇനിയും രാജ്യത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. മുന്നോട്ട് പോക്കിനെയും വികസനത്തെയും സംബന്ധിച്ചിട്ടുള്ള, പുരോഗതിയെ സംബന്ധിച്ചിട്ടുള്ള സാമ്പ്രദായിക ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു യാത്രയാണ് നടത്തുന്നത്. പക്ഷെ നമുക്ക് സാധ്യമല്ല. കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും ആദ്യം അതിൻ്റെ രൂക്ഷതയോടുകൂടി വരാൻ പോകുന്നത് കേരളത്തിൽ തന്നെയായിരിക്കും. കാരണം പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പരിമിതി, വിഭവപരമായ പരിമിതി, ജനസംഖ്യയിലുള്ള എന്താ പറയുക സാന്ദ്രത സംബന്ധിച്ചുള്ള വലിപ്പം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളം ഒരു പക്ഷേ ഒരു ബദൽ വികസന പരിപ്രേക്ഷ്യത്തിന് ഏറ്റവും കൂടുതൽ നിർബന്ധിതമാക്കപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അത്തരമൊരു ബദൽ മാർഗത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഈ സബർമതി ട്രസ്റ്റ് അല്ലെങ്കിൽ റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്കും അതിൻ്റെ സംഘാടകർക്കും സാധിക്കുമെങ്കിൽ ഗാന്ധിയുടെ ആശയത്തെ ഒരു പുതിയ കാലത്തിനനുസൃതമായി മുന്നോട്ട് വെക്കാൻ കഴിയുകയാണെങ്കിൽ കേരളത്തിന് അനുരൂപമാകുന്ന ഒരു വികസന പദ്ധതി എന്താണ്? ഇവിടുത്തെ ഏറ്റവും വികസനം എന്ന് പറയുന്ന നമ്മൾ സാമ്പ്രദായികമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന സാമ്പത്തിക ഭദ്രതയടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യർക്ക് വരെ അതിൻ്റെ നേട്ടങ്ങൾ എത്താവുന്ന തരത്തിലുള്ള അട്ടപ്പാടിയിലും
ഇടുക്കിയുടെ വിദൂര ഗ്രാമങ്ങളിലും വയനാട്ടിലുമൊക്കെ തന്നെ ആളുകൾ ആദിവാസികളായ സമൂഹങ്ങളുണ്ട്. അവർ ഇത്രയും 75 വർഷമായിട്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ടും അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്ക് വലിയ വിഷയമല്ല. തിരുവനന്തപുരമോ അല്ലെങ്കിൽ എറണാകുളം, കൊച്ചി, തൃശ്ശൂർ നഗരങ്ങൾ എത്രമാത്രം വികസിച്ചു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ വികസനത്തിൻ്റെ പരിമിതി അതാണ്. അപ്പോൾ ഇതിന് ഈ പറയുന്ന ഗ്രാമങ്ങൾ തമ്മിലുള്ള നഗരങ്ങളും തമ്മിലുള്ള അന്തരങ്ങളെ നമുക്ക് വികസിക്കാൻ നിരന്തരമായി ഇത്തരം ആഭ്യന്തര കോളനികൾ ഉണ്ടായിരിക്കണം എന്നുള്ള നമ്മുടെ ശാഠ്യങ്ങളെ തിരിച്ചിടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ വികസനത്തെ സംബന്ധിച്ചുള്ള പുതിയ ബോധ്യങ്ങളെ എത്രയും നവീകരിക്കാൻ നമുക്ക് സാധിക്കുന്നു. നല്ല മാർഗനിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഗാന്ധി തൻ്റെ ഹിൻസ് രാജിലൂടെയൊക്കെ തന്നെ പരാമർശിക്കുകയോ അല്ലെങ്കിൽ അതിന് ഏറ്റവും എന്താ പറയുക, അതിനൊരു സൈദ്ധാന്തികമായ അടിത്തറ. ഗാന്ധി ഒരിക്കലും ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയിട്ടില്ല എന്ന് വളരെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു പക്ഷേ മാർക്സിനെ പോലെയോ മറ്റേതൊരു സൈദ്ധാന്തികനെ പോലെയോ ഒരു സാമൂഹ്യ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി, മാറ്റങ്ങളെ മനസ്സിലാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ളൊരു സിദ്ധാന്തം രൂപീകരിച്ചതായിട്ട് നമുക്കറിയില്ല. പക്ഷേ ജീവിതം കൊണ്ട് നിരന്തരമായി സ്വയം വികസിക്കുകയും മനുഷ്യനെ ശരിതെറ്റുകളെ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക ടൂൾ, ധാർമ്മികതയിലും എത്തിക്സിലൊക്കെ നിലനിൽക്കുന്ന ഒരു ടൂൾ വികസിപ്പിച്ച ഒരാളെന്നതിൽ വളരെ നിത്യവികാസശീലമുള്ള ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഗാന്ധി ഉണ്ടാക്കിയെടുത്ത ഒരു ധാർമ്മികതയുടെ ചില അടരുകളുണ്ട്. ഈ അടരുകളിൽ നിന്നുകൊണ്ട് നമുക്ക് വികസനത്തെ സംബന്ധിച്ച്, വിഭവങ്ങളുടെ വിതരണത്തെ സംബന്ധിച്ചൊക്കെ തന്നെയും വളരെ കൃത്യമായൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് എന്താ പറയുക, അതിനകത്തൊരു ഒരു സന്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെയോ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാലയളവിലൊക്കെ പ്രത്യേകിച്ചും നമ്മൾ പുതുതായിട്ട് ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ചിന്തകൾ നമ്മൾ ഏറ്റെടുത്ത് ചർച്ചകൾക്ക് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായി ഒരു ഭൂമിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂപ്രദേശത്തിൻ്റെ പരിമിതികളെ, അതിൻ്റെ വിഭവപരമായ പരിമിതികളും അതിനകത്തുള്ള ആളുകളുടെ അവർക്കിടയിലുള്ള വിതരണത്തെ സംബന്ധിച്ചും നമ്മൾ വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. നീതിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ തന്നെയും അതത് സമൂഹങ്ങളിലുള്ള വിവിധ വിഭാഗങ്ങൾക്കിടയിലുള്ള നീതികളെക്കുറിച്ച് മാത്രമാണ്. സ്ത്രീകൾ അല്ലെങ്കിൽ അതിനകത്തുള്ള ദലിത് ആദിവാസി വിഭാഗങ്ങൾ, ഇത്തരം ആ സമൂഹത്തിനകത്തുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള നീതികളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ വികസനത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാന പരിമിതിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ്. ഈ നീതിക്കപ്പുറത്ത് വരാനിരിക്കുന്ന ഒരു ജനറേഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നീതിബോധം കൂടി നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് നിലവിലുള്ള വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു ധാരണ കിട്ടുക. ഇതിനെ യഥാർത്ഥത്തിൽ ഇൻ്റർ ജനറേഷണൽ ഈക്വിറ്റി എന്ന് ആധുനിക ലോകം വിശേഷിപ്പിക്കുന്നു. തലമുറകൾ തമ്മിലുള്ള നീതി. കാരണം നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഈ നിലനിൽക്കുന്ന മണ്ണ്, ഈ വനം, ഇവിടുത്തെ നമ്മൾ കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പെയ്യുന്ന മഴയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട. എത്രയോ കാലങ്ങളായി ഇവിടെ ഈ മണ്ണിൽ പെയ്ത മഴയാണ് പിന്നീട് കിണറുകളിലേക്ക് ഇത് സാമാന്യ ശാസ്ത്രമാണ്. അപ്പം അന്ന് അത് സംരക്ഷിച്ച് അത് നശിക്കാതെ ആ വിഭവങ്ങൾ സംരക്ഷിച്ച് നിർത്തിയ മനുഷ്യർ വരാനിരിക്കുന്ന തലമുറക്ക് കൂടി ഇത് ഉപകാരപ്പെടണം എന്നുള്ള ബോധ്യത്തിനടുത്ത് ആ ഒരു തരത്തിലുള്ള ഇൻ്റർ ജനറേഷണൽ ഈക്വിറ്റി, തലമുറകൾ തമ്മിലുള്ള സമതയെ സംബന്ധിച്ചുള്ള ബോധ്യം ഇന്ന് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പൊതുവിൽ, ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചല്ല പറയുന്നത്, നീതിയെക്കുറിച്ചുള്ള ബോധ്യം പോലും നിലനിൽക്കുന്ന സമകാലിക സമൂഹങ്ങൾക്കിടയിൽ മാത്രമാണ്. അപ്പം ഇത്തരത്തിലുള്ള പുതിയ പല ബോധ്യങ്ങളെയും സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ചിട്ടുള്ള, സ്ഥായിത്വത്തെക്കുറിച്ചുള്ള എന്താ പറയുക, സ്ഥായിത്വം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന എത്രയോ തലമുറകളെ മുന്നിൽ കൊണ്ടുകൊണ്ട് ഇത് വളരെ എന്താ പറയുക, നമ്മളൊക്കെ വളരെ ആധുനിക വിദ്യാഭ്യാസവും ടെക്നോളജിയും ഒക്കെ ഉപയോഗിക്കുന്ന മനുഷ്യർ ഈ ഇൻ്റർ ജനറേഷണൽ ഈക്വിറ്റിയൊക്കെ പറയുമ്പോൾ അത് ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ആലോചിക്കാൻ നമ്മൾ തുടങ്ങുന്നത്. വേൾഡ് എക്കണോമിക് ഫോറം തന്നെയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പക്ഷേ പല ആദിവാസി സമൂഹങ്ങളും
പലതരത്തിലുള്ള ഇൻഡിജിനസ് ഗ്രൂപ്പുകൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള തദ്ദേശീയ ഗോത്ര സമൂഹങ്ങൾ, അവർ ഏതെങ്കിലും ഒരു കാര്യം ആ പ്രദേശത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അവർ അത് ആദ്യം ആലോചിക്കുന്നത് 7 തലമുറകൾക്കപ്പുറത്ത് ഇതിനെക്കുറിച്ചുള്ള നേട്ടത്തെ സംബന്ധിച്ചാണ്. ഇതൊരു കേവലമായൊരു ഇതല്ല. കാരണം 7th ജനറേഷനെ കുറിച്ചുള്ള ഈ റെഡ് ഇന്ത്യൻസിൻ്റെ പല ബോധ്യങ്ങളും അത് ഈ വരുന്നത് ഇൻ്റർ ജനറേഷനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന തലമുറകളെ സംബന്ധിച്ചുള്ളൊരു ഒരു കൺസേണാണ്. നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കുടിവെള്ളം ലഭിക്കുമോ എന്നുള്ള ബോധ്യം അല്ലെങ്കിൽ അത് ആശങ്കയാണ് നമ്മൾ ഇന്നത്തെ നിലയിൽ ഇന്നത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ആധാരമാകേണ്ടത്. ഇതിൻ്റെ പ്രത്യാഘാതം എൻ്റെ ഏറ്റവും കുറഞ്ഞത് ഒരു എൻ്റെ മകൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ വരുന്ന തലമുറക്കെങ്കിലും എന്ന തരത്തിൽ ആലോചിക്കാൻ നമുക്ക് സാധ്യമാകുന്നിടത്താണ് വികസനത്തെക്കുറിച്ചിട്ടുള്ള ബോധ്യം നമ്മൾ രൂപപ്പെടുത്തേണ്ടത്. ഇത് തന്നെയാണ് ഈ ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഒരു കൊച്ചു പുസ്തകത്തിലൂടെ ഗാന്ധി നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഏത് വികസന പ്രവർത്തനങ്ങളും ഏത് പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴും അത് സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടുള്ള സാധാരണ മനുഷ്യന് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് ആലോചിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്. അത് സമൂഹത്തിന് നിലനിൽക്കുന്ന സമകാലിക സമൂഹത്തിനിടയിലുള്ള ഈക്വിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ അതേസമയത്ത് ഈ പറയുന്ന ഭൂമിയിൽ വിഭവങ്ങൾ പരിമിതമാണ്. അത് മനുഷ്യരുടെ ആർത്തിയല്ല, അവരുടെ ആവശ്യങ്ങളെ മാത്രമേ തൃപ്തിപ്പെടുത്താൻ ഉതകുന്നതാണു എന്ന് അദ്ദേഹം പറയുമ്പോൾ വരാനിരിക്കുന്ന എത്രയോ ജനറേഷന് കൂടി ഈ പറയുന്ന വിഭവങ്ങളുടെ ഉപഭോഗം സാധ്യമാകട്ടെ എന്നുകൂടിയാണ് അത് പറയുന്നത്. ഏറ്റവും ആധുനികമായ ബോധ്യങ്ങളെ എത്രയോ കാലം ഈ പറയുന്ന വ്യാവസായിക വികസനത്തിൻ്റെ ആരംഭകാലത്ത് അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങളൊന്നും അത്ര വലിയ രീതിയിൽ ലോകത്തെ സ്പർശിക്കാത്തൊരു കാലത്താണ് ഇത്രയും ഒരു പ്രവചനാത്മകമായി ഇതിനെ കാണാനും പറയാനും ഗാന്ധി ശ്രമിച്ചിരുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഇന്നത് കേവലമായ നമുക്കൊരു ബിംബം, ഒരു ലീഡർ ആവശ്യമുണ്ട്, അദ്ദേഹത്തെ അവിടെ വെക്കുന്നു, പിന്നീട് ബാക്കി നമ്മൾ ബിസിനസ് ആസ് യൂഷ്വൽ എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇത് നമുക്ക് ഇനിയും അത് കുറച്ചു കാലം തുടരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആരാഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇത് ഈ പറയുന്ന ഒരു മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിനെ, ഒരു വികസന മാതൃകകളെ, പാരഡൈം മാറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ളൊരു സ്ഥിതി ഇന്ന് എത്തിയിരിക്കുന്നു. അതെത്ര നേരത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നു. നമ്മൾ തീർച്ചയായിട്ടും പുതിയ നിലവിലുള്ള ഗവൺമെൻറ്റുകൾ മാറും, വേറൊന്ന് വരും, പുതിയ അലയൻസുകൾ ഉണ്ടാവും, ഇതൊക്കെ സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൻ്റെ നിലവിലുള്ള പ്രതിസന്ധികളെ വ്യത്യസ്തമായി മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിന് പരിഹാരം നിർദ്ദേശിക്കാനുള്ള എന്തെങ്കിലും ഒരു മോഡൽ, ഒരു മാതൃക ഉണ്ടോ എന്നുള്ളതാണ്. ഇന്ന് കേരളയിൽ വേണ്ട എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ നാളെ ഇതിനല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള സമാന്തരമായ അത്രയും ഡിസ്ട്രക്റ്റീവായിട്ടൊരു പദ്ധതി കൊണ്ടുവരാൻ വലിയ വ്യത്യാസങ്ങൾ. കാരണം അടിസ്ഥാനപരമായി വികസനം എന്ന് പറയുന്ന ഈ പറയുന്ന വേഗതയും ഈ പറയുന്ന വലിയ മെഷീനറികളും വലിയ തരത്തിലുള്ള മെഗാ പ്രോജക്റ്റുകളുമാണ് എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് ബോധ്യത്തിലേക്ക് നമ്മൾ നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്ക് തീർച്ചയായിട്ടും, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സിയാറൊക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്. അടിസ്ഥാനപരമായി കാലം ആവശ്യപ്പെടുന്നത് നിലവിലുള്ള പാരിസ്ഥിതികമായ ഈ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു പശ്ചാത്തലം, വിഭവങ്ങളുടെ പരിമിതി എന്നൊക്കെ പറയുന്നത് അതൊരു കേവലം സാമ്പത്തിക ചർച്ചകളിലോ അല്ലെങ്കിൽ ഉയർന്ന തരത്തിലുള്ള ആസൂത്രണ വിദഗ്ധരുടെ ഒരു ചർച്ചകളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമായി മാറുന്നില്ല. അത് അടിസ്ഥാനപരമായി എല്ലാ സാധാരണക്കാരൻ്റെയും പ്രശ്നമായി തന്നെ മാറുകയാണ്. ഒരുപക്ഷെ ഒരു 25 വർഷം മുൻപ് ആലോചിക്കാത്തൊരു കാര്യം നമ്മൾ ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുഴയിൽ വാരാൻ മണലില്ല. അപ്പോൾ പുതിയ ഓൾട്ടർനേറ്റീവ്സ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടനാടൻ ചെങ്കൽ കുന്നുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്കൽ ഖനനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുന്നു. നമുക്ക് ഇതേ രീതിയിൽ കരിങ്കൽ ക്വാറികൾ അതേ രീതിയിൽ തുടരാൻ കഴിയില്ല എന്നുള്ളൊരു വാസം ഒരുപക്ഷെ അടുത്ത 5-10 വർഷം കൂടി തുടരുമായിരിക്കാം. പക്ഷേ 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ബിൽഡിംഗ് മെറ്റീരിയലുകൾക്ക് ഓൾട്ടർനേറ്റീവ് ബദലുകൾ അന്വേഷിക്കേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞത് സമസ്ത മേഖലകളിലും ഈ ഒരു പ്രതിസന്ധി വരുന്നു എന്നാണ്. പ്രതിസന്ധി വന്ന് നമ്മുടെ തലയിലിരിക്കുന്നതിന് ശേഷം മാത്രം അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചുള്ള ആലോചന മതി എന്ന് പറയുന്നത് ആസൂത്രണം എന്ന് പറയാൻ പറയില്ല. അത് ഒരു തരത്തിലുള്ള നമ്മുടെ നിസ്സഹായാവസ്ഥയാണ്. ആസൂത്രണം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന പ്രതിസന്ധിയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്.
അല്ല ഒരു പരിമിതി, ഒരു പ്രശ്നം വരുമ്പോൾ അതിനോട് എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും നേരിടാമെന്നുള്ള ഒരു രീതിക്ക് പകരം എന്താണ് ഈ പറയുന്ന വിഭവ പരിമിതികളെ എങ്ങനെയാണ് നമ്മൾ ആസൂത്രണത്തിൻ്റെ ഒരു കേന്ദ്രസ്ഥാനത്ത് നിർത്തുക എന്നുള്ളതാണ്. നിലവിലുള്ള കാലാവസ്ഥാ പരിമിതികളെ, പ്രതിസന്ധികളെ നമ്മുടെ വികസനത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെ, എന്താണ് കേരളത്തിൻ്റെ ഈ ഒരു സ്റ്റാൻഡേർഡ് മോഡൽ വികസനത്തിന് ബദലായി നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്? ഇത് ഒരുപക്ഷെ ഒരു 10 വർഷം മുന്നേ അത് കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരുടെയൊക്കെയുള്ള ഒരു സാമാന്യ അവരുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലെ ചർച്ചകളായിട്ട് മാറിയ കാര്യമാണ്. പക്ഷെ അതല്ല, അത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ചകളിലേക്ക്, അവരുടെ സംവാദ വേദികളിലേക്ക് അത് പതുക്കെ പതുക്കെ കടന്നു വരുന്നു എന്നുള്ളതാണ്. ഇതൊരു ഗതികേടാണെന്ന് തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ഇത് വളരെ ഗംഭീരമാണെന്നല്ല. കാരണം ഈ ഇത്രയും ഒരു ദീർഘമായൊരു കാലം ഇതിൻ്റെ പരിഹാര സാധ്യതകളെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. മനുഷ്യൻ്റെ വികസനമെന്ന് പറയുന്നത് ഇങ്ങനെ അനന്തമായി ഭൗതിക സൗകര്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കൂട്ടുക എന്നുള്ളതാണ് എന്നുള്ള തെറ്റിദ്ധാരണയെ തിരുത്താതെ നമുക്കിതിനെ മറികടക്കാൻ കഴിയില്ല. ആനന്ദത്തെ, ക്ഷേമത്തെ, വികസനത്തെ ഒക്കെ സംബന്ധിച്ചിട്ടുള്ള ബോധ്യങ്ങളിൽ നമുക്ക് ചില തിരുത്തലുകൾ ആവശ്യമായി വരുന്നു. അത് കേവലം നമ്മളിങ്ങനെ ഗാന്ധിയെ പോലെ ഒറ്റത്തോർത്തെടുത്ത് നടക്കണമെന്നുള്ള അർത്ഥങ്ങളല്ല അതിനുള്ളത്. നമ്മൾ മനസ്സിലാക്കി വരുന്ന ഭാവുകത്വങ്ങളെ ഒന്ന് തിരിച്ചിടേണ്ടി വരും. ഇപ്പം നെതർലാൻഡ് പോലുള്ള ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെ സൈക്കിൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ആധുനികമായുള്ളൊരു ബോധ്യമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ കാർ എന്നുള്ളതാണ് നമ്മുടെ ഒരു ബോധ്യം. ഇത് തിരിച്ചിടേണ്ടി വരുന്ന ഒരു ഘട്ടം. ഏറ്റവും നല്ല സൈക്കിൾ ഓടിക്കുന്ന ആൾ, ഏറ്റവും മനോഹരമായ, ഏറ്റവും ലളിതമായി സൈക്കിൾ ഓടിക്കാനുള്ള ഒരു പാതകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് വികസനത്തിൻ്റെ ഒരു എന്താ പറയുക മാനദണ്ഡമായി മാറേണ്ടത്. ഞാനിതിനെ ഇപ്പം നമ്മൾ പറയുമ്പോൾ അത് ചിരിക്കും സ്വാഭാവികമായിട്ടും. കാരണം നമ്മൾ സൈക്കിളിൽ നിന്ന് മാറിയിട്ട് അത്രയൊന്നും കാലമായിട്ടില്ല. ഈ പുതിയ പോർഷെ കാറുകളൊക്കെ വന്ന് കയറി തുടങ്ങിയതേ ഉള്ളൂ. നമ്മളതിൽ അഭിരമിച്ച് തുടങ്ങിയതേ ഉള്ളൂ കേരളം പോലുള്ള സമൂഹം. അപ്പോൾ അതിലൊന്ന് കയറിയിരുന്നൊന്ന് പിറകിലേട്ടായുമ്പോഴേക്കും സൈക്കിളിനെ കുറിച്ച് പറയുമ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറില്ലെന്ന്. പക്ഷേ നമ്മുടെ വികസന മാതൃകകൾക്ക് ഈ പറയുന്ന ഒരു ബദൽ നിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് ഇനി ഏറെ അധികം സമയമില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇത് കുറിച്ചു വെക്കാൻ നമുക്ക് ഒരുപക്ഷെ അടുത്ത 10-15 വർഷത്തിനകത്ത് ഇത്തരത്തിലുള്ള മുഴുവൻ റോഡുകൾക്ക് പ്രത്യേക സൈക്കിൾ പാതകളെ സംബന്ധിച്ചിട്ടുള്ള ബോധ്യങ്ങൾ, എല്ലാ മെട്രോ സ്റ്റേഷനുകളിലും സൈക്കിളുകൾ നിർബന്ധമാക്കുന്ന തരത്തിലേക്കുള്ള അവസ്ഥകൾ, നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപഭോഗത്തിൽ നിശ്ചിതമായ ചില മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ആഗോളതലത്തിൽ തന്നെ ഇത്തരം ചർച്ചകൾ വളരെ സജീവമായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടിസ്ഥാനപരമായി നമുക്ക് കേരളം എന്ന് പറയുന്ന ഈ ഒരു ചെറിയ അതിനകത്ത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയുന്നത് കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്കു വടക്ക് നീളെ അന്യോന്യം അമ്പാശിവർ നീട്ടുവിട്ട കണ്ണേറ്റമേറ്റുന്നൊരു നല്ല രാജ്യം. അത് രണ്ടിൻ്റെ ഭാഗത്തും നമുക്ക് നൽകിയ സുരക്ഷ, പശ്ചിമഘട്ടവും ഇപ്പുറത്തെ പടിഞ്ഞാറ് അറബിക്കടലിൽ നൽകിയ സുരക്ഷ അതേ രീതിയിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. 2004 സുനാമി വന്ന് നമുക്ക് ആ സുരക്ഷയിൽ നിന്നുള്ള മോചനം അത്ര സുരക്ഷിതല്ല കാര്യങ്ങളെന്ന് ബോധ്യപ്പെട്ടു. 2015 ഉണ്ടായ ചുഴലിക്കൊടുങ്കാറ്റ് ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തിൽ എഴുതി വെക്കേണ്ട ഒരു കാര്യമാണത്. നാളിതുവരെ ഒരു ചുഴലിക്കാറ്റും പശ്ചിമഘട്ടം കടന്നിട്ട് വീശിയിട്ടില്ല. പക്ഷേ 2015 എൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആ 2015 ചുഴലിക്കൊടുങ്കാറ്റ് ആദ്യമായി പശ്ചിമഘട്ടത്തിനെ മറികടന്നുകൊണ്ട് അത് വീശി എന്നുള്ളതാണ്. ഇത് സൂചിപ്പിക്കുന്നത് പശ്ചിമഘട്ടം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സുരക്ഷയും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഇടുക്കിയിലും വയനാട്ടിലും മലപ്പുറത്തും ഒക്കെ തന്നെ നിരന്തരം ഉരുളുകൾ പൊട്ടുന്നു, ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നു. ഇതൊരു യാദൃശ്ചികമായിട്ടുള്ള സംഭവമായിട്ടാണോ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടോ കാണാവുന്ന തരത്തിൽ അത്തരത്തിലുള്ളൊരു ഒരു ബോധ്യം നമുക്കിന്നില്ല. പശ്ചിമഘട്ടത്തിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു അപകട സോണിലെ ജീവിതമായി മാറിയിരിക്കുന്നു. കേരള സർക്കാരിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏജൻസി ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിലിറ്റി മാപ്പ് എന്ന് പറയും. ഉരുൾപൊട്ടൽ സാധ്യത ഭൂപടം. ആ ഭൂപടം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിലെ ഏതൊക്കെ മേഖലകളിലാണ് ഈ എന്താ പറയുക ഏറ്റവും ചുവന്ന നിറത്തിൽ അതിതീവ്ര ഉരുൾപൊട്ടൽ സാധ്യതകളുള്ള പ്രദേശങ്ങളായി അടയാളപ്പെടുത്തിയിരിക്കുന്നത്.
കേരളത്തിൻ്റെ തീരപ്രദേശത്ത് ആ സുരക്ഷിതത്വം, പഴയ സുരക്ഷിതത്വം ഇല്ല. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത്, നമുക്ക് ഈ കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ നടക്കുന്ന എന്തോ ഒരു കാര്യമാണ്, നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാനല്ല നമുക്ക് പറ്റുക. മറിച്ച് ഈ പറയുന്ന പ്രാദേശികമായ പാരിസ്ഥിതികമായ തകർച്ചകളെ, ആഗോളതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയും പ്രാദേശിക തലത്തിൽ അതിനെ ത്വരിതപ്പെടുത്തുന്ന പാരിസ്ഥിതിക തകർച്ചകളെ, പ്രശ്നങ്ങളെ, അത് നമ്മുടെ ജീവിതോപാധികളുടെ സംരക്ഷണവുമായിട്ടും നമ്മുടെ ജീവൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വികസനത്തിൽ അത് കൃത്യമായി എങ്ങനെ ഒക്കെ പ്രതിഫലിപ്പിക്കാം, നമ്മുടെ വികസന രേഖകളിൽ, ആസൂത്രണങ്ങളിൽ എങ്ങനെ കൃത്യമായി രേഖപ്പെടുത്താം, അല്ലെങ്കിൽ അതിനെ ആസൂത്രണം ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിലായിരിക്കണം നമ്മുടെ ഈ വിവേകം. ഗാന്ധി നമ്മുടെ മുന്നിൽ കടന്നു വരുന്നത് ഇത്തരത്തിലുള്ളൊരു വിവേകത്തിൻ്റെ മാർഗദർശിയായിട്ടാണ്. എന്തു തന്നെയായാലും ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരമൊരു സംവാദം അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത് വളരെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംവാദത്തിന് വലിയ സാധ്യതകൾ ഇനിയുള്ള കാലം നമുക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതും തർക്കമില്ലാത്ത കാര്യമാണ്. കേവലമായ രാഷ്ട്രീയ പാർട്ടികളുടെ, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതിനകത്ത് നിൽക്കാതെ പരസ്പരം മനുഷ്യൻ എന്നുള്ളൊരു പൊതു ഇതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സംവാദത്തിൻ്റെ സാധ്യതകൾക്ക് ഒരു തുടക്കമായി ഒരു സമ്മേളനം മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു സമ്മേളനത്തിലേക്ക് എന്നെ സംസാരിക്കാൻ ക്ഷണിച്ചതിൻ്റെ സംഘാടകരെ, ഇത്രയും സമയം ഇത് കേട്ടുനിന്ന നിങ്ങളേവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. പരിസ്ഥിതി രാഷ്ട്രീയത്തിൻ്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് നമ്മളോട് ഇത്രയും നേരം സംവദിച്ച ബഹുമാന്യനായ കെ സഹദേവന് നന്ദി പറയുന്നു. അടുത്തതായിട്ട് നമ്മളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നതിന് നമുക്ക് ഏവർക്കും സുപരിചിതനായ ശ്രീ ആർ നീലകണ്ഠൻ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് ഷിയാസ്, നമുക്കെല്ലാം പ്രിയങ്കരിയായ, ഒരുപക്ഷെ കേരളത്തിലെ ഏത് ജനകീയ സമരങ്ങളിൽ മറ്റാരെക്കാളും, ഒരുപക്ഷെ ഞാൻ ഏറ്റവും സമരങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണെങ്കിൽ പോലും എന്നേക്കാൾ കൂടുതൽ കേരളത്തിലെ എൻഡോസൾഫാൻ മുതൽ, കാസർഗോഡ് എൻഡോസൾഫാൻ മുതൽ ഇങ്ങോട്ട് പോന്നാൽ നിരവധി, കോഴിക്കോട്ടെ നിരവധി സമരങ്ങൾ, വയനാട്ടിലെ നിരവധി സമരങ്ങൾ, ആദിവാസി സമരങ്ങളടക്കം, അതുപോലെ പാലക്കാട്ടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്ലാച്ചിമട കൊക്കോകോള സമരം, അതിനുശേഷം നമ്മുടെ നിരവധി മാലിന്യ സംസ്കരണ പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട സമരങ്ങൾ, അതിനുശേഷം കേരളയിൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളയിലടക്കം തീരദേശപാതയടക്കം നിരവധി വിഷയങ്ങളിൽ കേരളത്തിൽ തോട്ടപ്പള്ളി ആലപ്പാടൊക്കെയുള്ള മണൽ ഖനനം, എല്ലാ വിഷയത്തിലും കേരളത്തിൽ വന്നിട്ടുള്ള ആളാണ് ദീദി. ഞങ്ങൾ നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ അതിൻ്റെ കീഴിലാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അതൊരു വലിയ ഒരു പാർട്ടിയൊന്നുമല്ല. ഇന്ത്യയിലുള്ള നിരവധി ജനകീയ സമരങ്ങളുടെ 300-400 ജനകീയ സമരങ്ങളുടെ അവരുടെ സമര സംഘടനകളുടെ ഒരു വേദിയാണ്. അതിൻ്റെ ദേശീയ നേതാവാണ് ദീദി മേധാ പട്കർ. അതുപോലെ സഹദേവൻ, ഞങ്ങളൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ് നിരവധി കാര്യങ്ങളിൽ. ഈ പറഞ്ഞതുപോലെ കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തുള്ള വർക്ക് ചെയ്യുന്നത് സുഹൃത്തുക്കളെ. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, കാരണം നമ്മൾ തമ്മിൽ പലപ്പോഴും പല വേദികളിൽ സംസാരിച്ചിട്ടുള്ള ആളുകളാണ്. ഇവിടെ ദീദി സൂചിപ്പിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ സഹദേവനും പറഞ്ഞൊരു കാര്യം ഹിന്ദു സ്വരാജിനെ കുറിച്ചാണ്. നിങ്ങളെല്ലാവരും ഹിന്ദു സ്വരാജ് വായിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇത്തവണയെങ്കിലും മേടിച്ച് വായിക്കണം. 10 രൂപ കിട്ടിയ പുസ്തകത്തിനുള്ളൂ. ഹിന്ദു സ്വരാജ് അങ്ങനെ കാണാപ്പാടം പഠിക്കാനല്ല. 1908 ആണ് ഹിന്ദു സ്വരാജ് എഴുതുന്നത്. ഇന്ത്യയിലേക്കുള്ള കപ്പൽ യാത്രക്കിടയിൽ കൈ വേദനിച്ചിട്ട് ഇടത്ത് കൈ കൊണ്ടും വലത്ത് കൈ കൊണ്ടും, അന്ന് ഇന്നത്തെ മാതിരി ടൈപ്പ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, മെഴുതി കൈ തളർന്നു പോയ ഒരു ഗാന്ധിയുടെ അനുഭവം നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന നിരവധി കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഗാന്ധിയുടെ താലിസ്മാൻ, നിങ്ങളൊരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ ഏറ്റവും ദരിദ്രനായ ദുർബലനായ മനുഷ്യൻ്റെ മുഖമോർക്കുക, അയാൾക്ക് ഗുണകരമാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. 100 ആൾക്ക് ഗുണമുണ്ട്, ഒരാൾക്ക് ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരാളാരാണ് 100 ആളാരാണ് എന്ന് നോക്കണം. ഏറ്റവും ദുർബലനായ മനുഷ്യനാണെങ്കിൽ ചെയ്യാതിരിക്കുക. അത് ഗാന്ധി രൂപപ്പെടുത്തിയ ആ ധാർമ്മികതയുടെ അടിസ്ഥാനം മനുഷ്യൻ എന്ന സാമൂഹ്യ ജീവി എന്ന അടിസ്ഥാനമാണ്. അതിൽ നമ്മൾ കാണണം, സാമൂഹ്യ ജീവിയായ മനുഷ്യൻ പരസ്പരാശ്രിതമാണ്.
ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളെ കുട്ടികളെ അടക്കം നമ്മൾ പഠിപ്പിക്കുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണ്, ശേഷിയുള്ളവരുടെ അതിജീവനം. അത് ഡാർവിൻ്റെ ഒരു പ്രയോഗമാണ്. ഡാർവിൻ അത് പറഞ്ഞത് മനുഷ്യനെ കുറിച്ചൊന്നുമല്ല, നമ്മളത് മനുഷ്യനിൽ പ്രയോഗിക്കുക. മനുഷ്യനൊന്നും അല്ലാത്ത മനുഷ്യനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള പരിണാമകാലത്തെക്കുറിച്ചാണ്. ശേഷിയുള്ളവ അതിജീവിക്കും. പ്രകൃതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ജീവികളില്ലാതാവും, ചില ജീവികൾ ഉണ്ടാവും. പക്ഷേ സാമൂഹ്യ ജീവിയായ മനുഷ്യന് ഒരു കാരണവശാലും ഈ വാദം പറയാൻ പറ്റില്ല. കാരണം എന്താ? നിങ്ങളെ വീട്ടിലാലോചിക്കൂ, സ്വന്തം വീട്ടിനകത്ത് ആരെങ്കിലും ശേഷിയുള്ളവർ അതിജീവിക്കുന്നു പറഞ്ഞൊരു സമീപനം എടുക്കുമോ? വീട്ടിൽ എന്തെല്ലാം ആളുകളുണ്ടാവും? വയസ്സായ ആളുകളുണ്ടാവും, കുട്ടികളുണ്ടാവും, പ്രായമായവരുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ഗർഭിണികളുണ്ടാവും, രോഗികളുണ്ടാവും. ആ വീട്ടിൽ ആരാണ് അതിജീവിക്കണമെന്ന് വീട്ടുകാർ ഏറ്റവും അധികം ആഗ്രഹിക്കുക? ഏറ്റവും ദുർബലരായ ആളാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല, ശേഷിയുള്ളവരുടെ അതിജീവനം എന്നല്ല, ഏറ്റവും ശേഷി കുറഞ്ഞ ആളുകളുടെ സർവൈവൽ ഓഫ് ദ വീക്കസ്റ്റ് എന്ന് നമ്മൾ പറയാം അല്ലേ. ആദ്യത്തെ പ്രയോറിറ്റി ആർക്കാ? ഏറ്റവും ഭക്ഷണം ഉണ്ടാക്കിയാൽ ഏറ്റവും ദുർബലരായ ആളുകൾക്ക്, ഒരുപക്ഷെ ചെറിയ കുട്ടിക്ക്, ചിലപ്പോൾ വയസ്സായ ആളുകൾക്ക്, ചിലപ്പോൾ ഗർഭിണിയായ സ്ത്രീക്ക്. കാരണം അവർ വീക്കസ്റ്റാണ്. അവർക്ക് ആദ്യം ഭക്ഷണം കൊടുത്തിട്ടാണ് ഏറ്റവും ശേഷിയുള്ളവർ കഴിക്കുക അല്ലേ. അങ്ങനെയല്ലേ പറ്റുള്ളൂ, അങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ വീടുണ്ടാവില്ലല്ലോ. അപ്പോൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ഏറ്റവും മോശപ്പെട്ട ഒരുപക്ഷെ മുതലാളിത്തത്തിൻ്റെ ഏറ്റവും വലിയ രൂപത്തെ ഏറ്റവും കൃത്യമായി ഗാന്ധി എതിർക്കുന്നതാണ് സർവൈവൽ ഓഫ് ദ വീക്കസ്റ്റ്. ഏറ്റവും ദുർബലരായ ആളെ നിങ്ങൾ പിന്തുണയ്ക്കുക, അയാൾക്ക് ഗുണമാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. നമ്മുടെ വീട്ടിലും അങ്ങനെയാണ്. നമ്മൾ ഏറ്റവും ദുർബലരായ ഒരാൾക്ക് ഒരു കാര്യം പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് വേണ്ടാന്ന് വയ്ക്കും. കാരണം അത് അങ്ങനെ വീട് മുമ്പോട്ട് പോകുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഗാന്ധിജിയുടെ ധാർമ്മികത തുടങ്ങുന്നത് സർവൈവൽ ഓഫ് ദ വീക്കസ്റ്റ് എന്നിൽ നിന്നാണ്. കാരണം ഇപ്പോൾ നമ്മൾ സാറിന് ഞാൻ കുട്ടികളോട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഒരു 50 കുട്ടികൾ ഒരു യാത്രയ്ക്ക് പോകുന്നു. ആ കുട്ടികളിൽ പലർ നടന്നാ പോണേ. ആ കുട്ടികളിൽ ഒരാൾക്ക് 10 കിലോമീറ്റർ വേഗതയിൽ 1 മണിക്കൂർ പോകാൻ പറ്റും, വേറൊരാൾക്ക് മുടന്തുണ്ട് പതുക്കെ നടക്കാൻ പറ്റും, ഒരാൾക്ക് 1 കിലോമീറ്റർ പോലും 1 മണിക്കൂറിൽ നടക്കാൻ പറ്റില്ല, ചിലർക്ക് 2 കിലോമീറ്റർ നടക്കാം. നമ്മൾ ആ ഗ്രൂപ്പ് പോവാണ്. ആ ഗ്രൂപ്പിൻ്റെ വേഗത എന്തായിരിക്കും? നമുക്ക് ആ ഗ്രൂപ്പിൻ്റെ വേഗത 10നും ആവറേജ് എടുക്കാൻ പറ്റില്ല. പറ്റുമോ? ഏറ്റവും വേഗത കുറഞ്ഞ ആളുടെ വേഗതയിൽ ആ ഗ്രൂപ്പിന് പോകാൻ പറ്റുമോ അല്ലേ? ഒരു കുടുംബത്തിൽ നിന്ന് 10 ആൾ പോവുകയാണെങ്കിൽ നടക്കാൻ വയ്യാത്ത പതുക്കെയുള്ള ഒരാളുണ്ടെങ്കിൽ അയാളുടെ വേഗതയിൽ എല്ലാവരും പോകാൻ പറ്റൂ. കാരണം നമ്മൾ കുറേ ആൾ വലിയ വേഗതയുണ്ട്, ഞാനങ്ങ് മുമ്പോട്ട് പോയി വേറെ കുറേ ആൾ പിന്നോട്ട് പോയി, അത് ഒരു കുടുംബത്തിൻ്റെ യാത്രയാവില്ല അല്ലെ, ഒരു ഗ്രൂപ്പിൻ്റെ യാത്രയാവില്ല. ഇതാണ് ഏറ്റവും വീക്കസ്റ്റായ ആരാണോ, ഏറ്റവും ദുർബലരായ ആരാണോ, അവരുടെ വേഗതയാണ് ഒരു സമൂഹത്തിൻ്റെ വേഗത. അത് കാണാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ സമൂഹം ഛിന്ന ഭിന്നമായി പോകും. അതാണ് അസമത്വത്തിലേക്ക് നയിക്കുന്നത്. ഇതാണ് ഗാന്ധി പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം തോന്നുന്നു. രണ്ടാമത് ഗാന്ധിയോട് അതിൽ ഒരു ചോദ്യോത്തര രൂപത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള സമീപനം എന്താണ്? നമ്മളിപ്പോഴും ഗാന്ധി എന്തോ ഒരു പഴഞ്ചനാണ്, ആൾക്ക് തിരിയാത്തൊരു ചർക്ക തിരിക്കുന്ന ആളാണ്. നമ്മളാണെങ്കിൽ AI കാലമാണ് അല്ലേ, AI ആണ് നമ്മുടെ കയ്യിലുള്ളത്, പിന്നെ എന്ത് ഗാന്ധി എന്ന് ചോദിക്കുന്നവരുണ്ട്. ഗാന്ധിജി യന്ത്രവൽക്കരണത്തെക്കുറിച്ചും ടെക്നോളജിയെക്കുറിച്ചും വളരെ കൃത്യമായ നിലപാടുണ്ട്. അന്ന് ഗാന്ധി പറഞ്ഞ് ഇന്ന് ചെയ്യണമെന്നല്ല, അന്ന് ഗാന്ധി പറഞ്ഞതിൻ്റെ സത്ത എന്താണോ അത് ഇന്ന് നമ്മൾ എടുക്കണമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ നിങ്ങൾ കാറിൽ പോകണോ, നിങ്ങൾ മറ്റേ വിമാനത്തിൽ പോകണോ, അല്ലെങ്കിൽ നിങ്ങൾ അതല്ല പ്രശ്നം, കമ്പ്യൂട്ടർ ഉപയോഗിക്കണമെന്നുള്ളതല്ല. എന്താണ് അതിൻ്റെ സത്ത? ആ സത്തയിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു യന്ത്രത്തെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. ആ യന്ത്രം തയ്യൽ യന്ത്രമാണ്, സ്റ്റിച്ച്. എന്തുകൊണ്ടാണ് തയ്യൽ യന്ത്രത്തിന് ഇഷ്ടപ്പെടുന്നത്? അത് കൃത്യമായി പറയുന്നുണ്ട്. തയ്യൽ യന്ത്രം ഒരു സ്നേഹത്തിൻ്റെ യന്ത്രമാണ്. തയ്യൽ യന്ത്രം കണ്ടുപിടിച്ചത് നിങ്ങൾക്കറിയാം, അത് കണ്ടുപിടിച്ച ആള് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് വേണ്ടി തുന്നുമ്പോൾ ആ ഭാര്യയുടെ വിരലിൽ നിറയെ, ഭാര്യയോടുള്ള സ്നേഹം മാത്രമല്ല അത്, അപ്പോൾ ഭാര്യയുടെ വിരലിൽ നിറയെ ഇങ്ങനെ സൂചിയുടെ പാടുണ്ടാവും. അദ്ദേഹത്തിന് കണ്ടിട്ട് സങ്കടമായി. അങ്ങനെയാണ് സ്വിംഗർ വന്നിട്ട് അദ്ദേഹം ഒരു മെഷീൻ കണ്ടുപിടിക്കുകയാണ്. കാരണം എൻ്റെ തുന്നുന്ന ആളുടെ കയ്യിൽ ഈ സൂചി കൊള്ളാത്ത തരത്തിലുള്ളൊരു യന്ത്രം വേണം. അപ്പോൾ ഗാന്ധി പറയുന്നത് തയ്യൽ യന്ത്രം ഒരു സ്നേഹത്തിൻ്റെ യന്ത്രമാണ്. ഗാന്ധിയോട് പിന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തീവണ്ടി നല്ല ഗുണമല്ലേ? അത് ചോദ്യമാണ്. തീവണ്ടി വേഗം ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ അന്ന് കണ്ടുപിടിച്ച കാലമാണ്. നമ്മളീ പറയുന്ന 1908 ഇന്ത്യയിൽ പോലും ഒന്നും തീവണ്ടി വന്നിട്ടില്ല. ഇംഗ്ലണ്ടിലൊക്കെയാണ് തീവണ്ടി വന്നിട്ടുള്ളത്. അപ്പം അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹം പറയും തീവണ്ടി നല്ല സാധനമാണ്, ആളുകളെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ആളുകളെ കൊണ്ടുപോകുന്ന പോലെ അത് രോഗാണുക്കളെയും കൊണ്ടുപോകും അല്ലേ? രോഗാണുക്കളെ കൊണ്ടുപോയില്ലേ? നമ്മളതറിയാൻ ഒരു ബുദ്ധിമുട്ടും വേണ്ട.
ഗാന്ധി ജീവിച്ചിരുന്ന 1919 ലോകത്തെ ഞെടുക്കിയ പ്ലേഗ് ഉണ്ടായി. പ്ലേഗ് ഉണ്ടായപ്പോൾ ആദ്യം നിർത്തിവെച്ച എന്താ? ട്രെയിനാണ്. കാരണം അന്ന് ഏറ്റവും വേഗം പോകുന്ന ട്രെയിനാണ്. നമ്മുടെ ആളുകളോട് ഇപ്പോൾ അതൊന്നും പറയണ്ട അല്ലേ? 2 കൊല്ലം മുമ്പ് നമ്മൾ കണ്ടതല്ലേ? ഒരു കൊറോണ വൈറസ് വന്നപ്പോൾ കോൺകോഡ് വിമാനം എവിടെ പോയി? വീട്ടിൽ ബെൻസ് കാറുണ്ട്, ഒരു കാര്യമില്ല. അതിവേഗം പോകുന്ന ബൈക്കുണ്ട്, ഒരു ഗുണവുമില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു വൈറസിന്റെ മുമ്പിൽ നിങ്ങളുടെ കോൺകോഡ് വിമാനവും റോക്കറ്റും കാറും ബെൻസ് കാറും ഹൈവേയും കേരയിൽ നിങ്ങൾ അത് നിർത്തിവെക്കും അല്ലേ? ഒക്കെ നിർത്തിവെച്ചില്ലേ? അപ്പോൾ ആ 1 കൊല്ലം നമ്മൾ ഒരു വാഹനവും ഇല്ല. നമ്മുടെ വേഗത എന്തായിരുന്നു? ഇപ്പം നേരത്തെ സഹദേവൻ ചോദിച്ചു, വേഗത എങ്ങനെയാണ് നമ്മൾ സ്പീഡ് നിശ്ചയിക്കുന്നത്? ഇപ്പം ഗാന്ധി പറഞ്ഞ ആ ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് അത് തുടങ്ങുന്നത്. ഞാൻ ഹിന്ദു സ്വരാജ് വായിക്കണം നിങ്ങൾ. അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് ഹിന്ദു സ്വരാജ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തന്നെ പറയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. മറ്റൊന്ന്, ദീദി ഇവിടെ വളരെ കൃത്യമായി ചമ്പാരൻ സമരത്തെക്കുറിച്ച് പറയും. ഞാൻ യഥാർത്ഥത്തിൽ ഗാന്ധിയുമായി ഏറ്റവും അധികം അടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചമ്പാരൻ സമരത്തിനെ കുറിച്ചുള്ള സത്യാന്വേഷണ പരീക്ഷകളുടെ അനുഭവം, അതിന് വിശേഷം ചമ്പാരൻ്റെ 100ാം വാർഷികത്തിൽ ഗാന്ധിയുടെ അതിനെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകളും അതിനെപ്പറ്റിയുള്ള പുസ്തകങ്ങളുമാണ്. എന്നെ ചമ്പാരൻ ആകർഷിച്ച 2-3 കാര്യങ്ങൾ. ചമ്പാരൻ സമരം 1917 അപ്പം എന്താ, ഗാന്ധി ഇവിടെ വന്നപ്പോൾ നേരത്തെ പറഞ്ഞ ശുക്ല ഗാന്ധിയോട് കുറേ കാലമായി പറയണു, ഒന്ന് അവിടെ വരൂ, ഞങ്ങളുടെ കർഷകരാകെ കുഴപ്പത്തിലാണ്. ഗാന്ധി 1 കൊല്ലം വെയിറ്റ് ചെയ്തു. ഞാൻ പഠിക്കട്ടെ. 1 കൊല്ലം കഴിഞ്ഞിട്ട് ഗാന്ധി അവിടെ ചെല്ലുന്നു. ഗാന്ധി അവിടെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ ഗാന്ധിയോട് പറയുന്നു, നിങ്ങൾ ജില്ലാ കളക്ടർ ഉത്തരവാണ്, ഈ ജില്ലയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ ഗാന്ധി ചോദിച്ചു, എന്തുകൊണ്ട് പ്രവേശിച്ചുകൂടാ? അല്ല, നിങ്ങൾ അവിടെ വന്ന് ജനങ്ങളെ സമരം ചെയ്യാനാണ്. ഞാൻ സമരം ചെയ്യാനല്ല വരുന്നത്, ഞാൻ അവരെ കേൾക്കാനാണ്. നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ. ഗാന്ധി 7000-ലധികം കർഷകരെ വളരെ ക്ഷമയോടെ, അവിടെയാണ് നമ്മൾ കാണേണ്ടത്. നമുക്കൊക്കെ ഭയങ്കര സ്പീഡാണ്, ഗാന്ധിക്ക് ഒരു സ്പീഡും ഇല്ല. ഗാന്ധിയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ വേറെ തരത്തില്ല. ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ 7000 കർഷകരെ അവരുടെ ഭാഷയിൽ സംസാരിച്ച് അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇപ്പോൾ ഗാന്ധിയുടെ അടുത്ത് അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു, ഞങ്ങൾ വരട്ടെ. ആർക്ക് വേണമെങ്കിൽ വരാം, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, കോൺഗ്രസ്സുകാരനായിട്ടല്ല വരണ്ടേ, വളണ്ടിയറായിട്ട് വരണം. ഞാൻ ആലോചിക്കുന്നു, വളണ്ടിയർ എന്ന വാക്ക് ഏറ്റവും നന്നായി ഉപയോഗിച്ച ആൾ ഗാന്ധിയാണ്. വോളണ്ടിയർ അത് വലിയൊരു വാക്കാണ്. അതെന്തുകൊണ്ടാ വെച്ചാൽ, ഉദാഹരണത്തിന് അദ്ദേഹത്തിന് അന്ന് വലിയ ലോകം വളരെ അറിയുന്ന ഒരാളാണ്. കൽക്കട്ടയിൽ നിന്നൊക്കെ കുറേ ആളുകൾ ഇതിൽ വന്നു. എന്താ പറയുക, ഈ വലിയ സാഹിബന്മാരൊക്കെ കാറൊക്കെ ആയിട്ട്, ജഡ്ജിമാർ, വലിയ വക്കീലന്മാർ, അവരെ വക്കീൽ വരുമ്പോൾ എങ്ങനെ വരാമെന്നറിയോ? വക്കീല്, അതിൻ്റെ കൂടെ കാറിൽ അയാളുടെ കുക്ക്, അയാളുടെ ഷൂ പോളിഷ് ചെയ്യുന്ന ആള്, അലക്കുന്ന ആള് ഒക്കെ ആയിട്ട് വന്നു. ഗാന്ധി പറഞ്ഞു, ഇത് നടക്കൂല. വളണ്ടിയർക്ക് പിന്നെ ഒരു വളണ്ടിയർ വേണ്ട. നിങ്ങൾ വക്കീലാവട്ടെ, നിങ്ങൾ ജഡ്ജി ആവട്ടെ, നിങ്ങൾ മന്ത്രിയാവട്ടെ, ആരോട്ടെ, നിങ്ങൾ ACC പ്രസിഡന്റ് ആയിക്കോട്ടെ, വളണ്ടിയറായിട്ട് ഇങ്ങോട്ട് കിടന്നാൽ നിങ്ങൾക്ക് പിന്നെ ജോലി ചെയ്യാൻ വേറെ ആളില്ല. നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ അലക്കണം, നിങ്ങളുടെ ഷൂ നിങ്ങൾ തന്നെ പോളിഷ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം. എല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കും. എല്ലാവരും ഒറ്റ ഭക്ഷണമുള്ളൂ. അതുകൊണ്ട് ഇവിടുന്ന് വരുന്ന, കൽക്കട്ടയിൽ നിന്ന് വരുന്ന ബാനർജിക്ക് ഒരു ഭക്ഷണം, ഗുജറാത്തിൽ നിന്ന് വരുന്ന വേറെ ആൾക്ക് വേറൊരു ഭക്ഷണമൊന്നും പറ്റില്ല. നിങ്ങൾ വളണ്ടിയറാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ ആ ജനകീയ സമരത്തിന് അത് അങ്ങനെ തന്നെ കണ്ടാൽ അതിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് ദീദി. അതിന് ഞാൻ അവരിൽ നിന്ന് പഠിച്ചൊരു കാര്യം അതാണ്. വളണ്ടിയറാണ് നിങ്ങൾ. ഒരു സമരത്തിൽ നിങ്ങൾ വളണ്ടിയറാണ്. നേതാവില്ല, അണിയില്ല, ഒന്നുമില്ല. കാരണം നിങ്ങൾ അവരുടെ കൂടെയാണ്. അവരെ ക്ഷമയോടെ കേൾക്കുകയാണ്. ഇന്നും ആ ചിറ്റ് സൂക്ഷിച്ചിട്ടുണ്ട് ലണ്ടനിൽ, നമ്മുടെ അവിടെ ഇല്ല. അന്ന് ഓരോരുത്തരും എഴുതിയ അത് അവരുടെ ഭാഷയിൽ പറഞ്ഞ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് 7000 പേരുടെ അവരുടെ തെളിവെടുപ്പിൽ അവർ കൊടുത്തുള്ള മൊഴികൾ, ഇത് മുഴുവൻ പഠിച്ചതിന് ശേഷമാണ് ഗാന്ധിജിയിലൊരു നിലപാടെടുക്കുന്നത്. ചമ്പാരനിൽ അന്ന് ബ്രിട്ടീഷുകാർ അവർക്ക് നീലം ഉണ്ടാക്കാൻ വേണ്ടി നീലം കൃഷി നിർബന്ധമാക്കുകയും അതിൽ നിന്ന് ഇത്ര നീലം ചെയ്യണം, അതിൽ നിന്ന് ഇത്ര പൈസ, വലിയ പ്രശ്നം. ഞാൻ എനിക്കൊന്നും പോളില്ല. ഇന്ന് കർഷക സമരം, ഇന്ന് ദില്ലിയിൽ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ, കേരളത്തിലടക്കം കർഷക സമരം നടക്കുന്ന സഹദേവനും ദീദി അതിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ള ആളാണ്. സഹദേവനും അതിൻ്റെ വളരെ ഉയർന്ന ഇതിൽ പ്രവർത്തിക്കുന്ന ഒരാൾ. ഇന്നും കർഷക സമരം നടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രേരണ ഗാന്ധിയിൽ നിന്നാണ്, ചമ്പാരൻ സമരത്തിൽ നിന്നാണെന്ന് ഞാൻ ഇന്നും കണക്കാക്കുന്നു. അതുതന്നെയാണ് അതിൻ്റെ രീതി. അപ്പോൾ കൂടുതൽ പറയാനല്ല, നമ്മൾ വേഗതയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ ഗാന്ധിയൻ എക്കോളജിയെക്കുറിച്ച് പറഞ്ഞു. ഗാന്ധി എക്കോളജി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പരിസ്ഥിതി എന്നുള്ള വാക്ക് ഗാന്ധി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. ഇന്ന് ഞാൻ പറയുന്നു, ഞാനും പരിസ്ഥിതി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല.
അപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ദീദിയോട് പറയായിരുന്നു പി ടി തോമസിനെ കുറിച്ച് അവർ മറന്നുപോയി പറയായിരുന്നു. കാരണം നമ്മൾ പശ്ചിമഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇനിയിപ്പോൾ പരിസ്ഥിതിയല്ല സംരക്ഷിക്കേണ്ടത്, ഇനി നമ്മുടെ ജീവനാണ് സംരക്ഷിക്കേണ്ടത്. ഇപ്പോൾ ആളുകളുടെ ജീവനാണ് ഭീഷണി, അല്ല പരിസ്ഥിതിക്കൊന്നല്ല ഭീഷണി. വയനാട്ടിൽ ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ 500 പേരോ 400 പേര് മരിച്ചു, 100 പേരെ കാണാനില്ല. എത്ര ദിക്കിൽ മരിച്ചു? പുത്തുമലയിൽ അതിന് മുമ്പ് 2 കൊല്ലം മരിച്ചു, 4 കൊല്ലം മുമ്പ് ഇവിടെ മരിച്ചു, എല്ലാ സ്ഥലത്തും മരിച്ചു. ആളുകൾ മരിക്കുന്നു, എത്ര കോടി രൂപയുടെ സ്വത്ത് പോകുന്നു. നമ്മുടെ പ്രളയത്തിൽ നമ്മളൊക്കെ എത്ര ദുരിതം അനുഭവിച്ചു. നമുക്ക് എന്തുകൊണ്ട്, അതാണ് സഹദേവൻ പറഞ്ഞു നിർത്തി, എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്നും എന്തെങ്ങനെ പോകുന്നില്ല എന്നും പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്ന ചോദ്യമുണ്ട്. ഞാൻ പറയാൻ കാരണം ഗാന്ധി ഏറ്റവും കൂടുതൽ ഗാന്ധിയുടെ എക്കോളജി ഒന്നും ഒരു പരിസ്ഥിതിയും പറയാതെ സിമ്പിളായി പറഞ്ഞ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന് ഖാദിയാണ്. അവിടെ ഖാദിയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഖാദി ഒരു തുണി മാത്രമല്ല, ഖാദി ഗാന്ധിജിക്ക് ഒരു ലൈഫ് സ്റ്റൈലാണ്, ഒരു ജീവിത ശൈലിയാണ്. നേരത്തെ പറഞ്ഞ സത്യവും അഹിംസയും എന്ന് പറയുന്നതിൻ്റെ രൂപമാണ് ഖാദി. അദ്ദേഹം പറഞ്ഞു ഖാദി, അത് ഇപ്പോൾ വേറെ വലിയ അനാലിസിസുകൾ വന്നിട്ടുണ്ട് ഖാദിയെക്കുറിച്ച്. ഖാദിക്കെതിരെ ബ്രിട്ടീഷുകാർ പറഞ്ഞു അവരുടെ മാഞ്ചസ്റ്റർ തുണി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കണം. അപ്പോൾ ഗാന്ധി പറഞ്ഞു മാഞ്ചസ്റ്റർ തുണി ഉപേക്ഷിക്കുക, വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുക, ഖാദി ഉപയോഗിക്കുക. ഇത് കേട്ടാൽ നമ്മൾ പെട്ടെന്ന് തോന്നുന്ന ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഗാന്ധി എന്തോ പറഞ്ഞു. ബ്രിട്ടീഷുകാർക്ക് ഗാന്ധി എതിരെയായിരുന്നില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നതിനായിരുന്നു ഗാന്ധി എതിരെ. അത്രയും ബ്രിട്ടീഷുകാർക്കെതിരെയല്ല, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ പാടില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ പാടില്ല എന്ന് വിശ്വസിച്ച ബ്രിട്ടീഷുകാർ തന്നെ ധാരാളം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തെ പിന്താങ്ങിയ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നു, ഇന്നത്തെ പോലെ നമുക്കൊരു വിഭാഗീയ വർഗീയമായിട്ടല്ല. കറുത്തവർഗ്ഗക്കാരും ദീദി തുടങ്ങിയത് അങ്ങനെ, കറുത്തവർഗ്ഗക്കാരും വെളുത്തവർഗ്ഗക്കാരും തമ്മിൽ 2ആയി പിരിഞ്ഞുള്ള തർക്കമായിരുന്നില്ല. അപ്പാർത്തൈഡിനെ എതിർത്ത വെളുത്തവർഗ്ഗക്കാർ ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നു, ആ നാട്ടിലുണ്ടായിരുന്നു. ഇവിടുത്തെ മന്ത്രിമാരൊക്കെ ആയിട്ടുണ്ട്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ മന്ത്രിമാരായി എത്രയോ വെളുത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്? അതിന് 3 കാരണങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, പരുത്തി, കോട്ടൺ. ഏറ്റവും കൂടുതൽ കോട്ടൺ തോട്ടങ്ങൾ ഡെക്കാൻ പീഠഭൂമിയിൽ ഉണ്ടായത് മാഞ്ചസ്റ്ററിൽ മില്ല് വന്നപ്പോഴാണ്. മാഞ്ചസ്റ്ററിൽ മില്ലിൽ ധാരാളം പരുത്തി വേണം അവർക്ക്. ഈ പരുത്തി കിട്ടാൻ വേറെ വഴിയില്ല, ഇംഗ്ലണ്ടിലൊന്നും പരുത്തി ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും. ഇന്ത്യ അവരുടെ കീഴിലുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു പരുത്തി ഇഷ്ടം പോലെ ഉണ്ടാക്കി. നമ്മുടെ നാട്ടിലെ ചായത്തോട്ടം ഉണ്ടാക്കി, വേറെ സ്ഥലത്ത് കാപ്പിത്തോട്ടം ഉണ്ടാക്കി, അവിടെ പരുത്തി തോട്ടം ഉണ്ടാക്കി. ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പരുത്തിത്തോട്ടം ഇന്ന് നമ്മൾ കാണുമ്പോൾ മോണോക്രോപ്പാണ്, ഏകവിളയാണ്. ഏകവിള മണ്ണിൻ്റെ ഘടനയ്ക്ക് വലിയ എതിരാണ്. ഒരു മണ്ണിനും ഏകവിള ഇഷ്ടമല്ല. എന്താ കാര്യം? അതിന് ഒറ്റ ഉദാഹരണം ഞാൻ സിമ്പിളായിട്ട് തന്നെ കുട്ടികളോട് പറയണം കേട്ടോ, നിങ്ങളോട് പറയണേ. നിങ്ങൾക്കൊരു ഭക്ഷണം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അത് ഐസ്ക്രീം ആവാം, ബിരിയാണി ആവാം, പായസമാവാം, എന്തോടെ ആവാം. ഒരാഴ്ച ആ ഭക്ഷണം മാത്രമേ തരുള്ളൂ എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ എന്തായിരിക്കും സ്ഥിതി? ഏത് വിചാരിച്ചാലും ഇപ്പോൾ പെട്ടുപോകും അല്ലേ? കഞ്ഞി വിചാരിക്കായിരുന്നു എന്ന് വിചാരിക്കും. കാരണം ഒരാഴ്ച നമുക്ക് കണ്ടിന്യൂസ് ആയി കഴിക്കണമെങ്കിൽ കഞ്ഞി തന്നെ പറ്റുള്ളൂ, ചോറോ വേറെ ഒന്നും പറ്റില്ല. കാരണം എന്താ? നമ്മുടെ കഞ്ഞി പോലും നമുക്ക് ഒരാഴ്ച മുഴുവൻ കഴിച്ചാൽ നമുക്ക് ദേഷ്യം വരും. അത് ഈ ഭൂമി അതുപോലെ ജീവനുള്ള ഒന്നാണ്. അതിനൊരുപാട് ജീവരൂപങ്ങൾ ഭൂമിയിലുണ്ട്. ഭൂമിക്ക് ജീവനുണ്ട്. അതിൻ്റെ ജൈവ വൈവിധ്യം ഭൂമിയെ സംരക്ഷിക്കുന്നതാണ്. ഭൂമി ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുന്നതാണ്. കേരളമൊക്കെ അതിലാണ് പ്രസിദ്ധം. അവിടെയാണ് ഏകവിളത്തോട്ടങ്ങൾ വരുന്നത്. നേരത്തെ ദീദി പറഞ്ഞ കിഴക്കൻ മലകളിൽ യൂക്കാലിപ്റ്റസ് നടുന്നതും അക്കേഷ്യ നടുന്നതും അതിൻ്റെ ഫലമായി ആനകളും കടുവയും പന്നിയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതും അവിടെ തിന്നാനില്ല, പിന്നെ അവർ വരാനിരിക്കും. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഏകവിളത്തോട്ടങ്ങൾ കൊണ്ടുവന്നതിനെ മഹാത്മജി എതിർത്തു. ഇപ്പം നമുക്ക് കാണാറിയും ഏറ്റവും വലിയ വയലൻസാണ് നമ്മൾ ചെയ്തത്, ഏറ്റവും വലിയ ഹിംസയാണ്. അതിൻ്റെ ഫലമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. അതിനിടയ്ക്ക് BT കോട്ടൺ വന്നു, മറ്റേ കോട്ടൺ വന്നു, GM വന്നു, എല്ലാം വന്നു. ഇതൊക്കെ വന്നിട്ടും ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്തത് പരുത്തി കർഷകരാണ് ഇന്ത്യയിൽ. കാരണം എന്താ? ഏറ്റവും ഹിംസ, വയലൻസ് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന വയലൻസ് അവസാനം വരുമ്പോൾ അതൊരു പരാജയത്തിലെത്തുകയും ഈ പുതിയ മോഡൽ കൃഷിയിലേക്ക് കൂടുതൽ പണം മുടക്കേണ്ടി വരും, കടബാധ്യത വരും, ആത്മഹത്യ ചെയ്യും. ഞാൻ വിചാരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ വയലൻസ് ആത്മഹത്യയാണ്. മറ്റേ കൊല്ലുന്നേക്കാൾ വിഷമാണ് നമുക്ക് സ്വയം കൊല്ലാൻ അല്ലേ? ഏറ്റവും ഹിംസ ഉണ്ടായിരിക്കണം ആത്മഹത്യയാണെങ്കിൽ. നമ്മൾ പറയുമ്പോൾ ആത്മഹത്യ ഒരു ഇതാന്ന് വിചാരിക്കും, പക്ഷെ നമുക്ക് ഏറ്റവും വിഷമം നമ്മളെ കൊല്ലാനാണ്, വേറെ ആരെ കൊല്ലുന്നേക്കാൾ. അപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ വയലൻസിലെത്തി. രണ്ടാമത്, എന്തിനാണ് ഡെക്കാൻ പീഠഭൂമിയിൽ നിന്ന് മധ്യപ്രദേശും മഹാരാഷ്ട്രയും കർണാടകയിൽ നിന്നൊക്കെ ആന്ധ്രയിൽ നിന്നൊക്കെ പരുത്തി ഇവിടുന്ന് ഉണ്ടാക്കി കൽക്കരി ഉപയോഗിച്ച് ബോംബെ കൊണ്ടുവന്ന് കൽക്കരി ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചോ അത് മാഞ്ചസ്റ്ററിൽ കൊണ്ടുപോയി തുണിയാക്കി വീണ്ടും കൽക്കരി ഉപയോഗിച്ച് ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ വിൽക്കുന്നു? എന്തിനാണ് ഇത്ര കൽക്കരി ഉപയോഗിക്കുന്നത്? എന്തിനാ ആവശ്യമില്ലാത്തത് ഇന്ധനം ഉപയോഗിക്കുന്നത്?
അതുകൊണ്ടാണ് വികേന്ദ്രീകരണം, ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞത്. സെൻട്രലൈസേഷൻ, കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ ഇന്ധന ഉപഭോഗം കൂടുകയും അത് നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഇതെപ്പോഴാണ് പറഞ്ഞെന്ന് ആലോചിക്കണം. 1920കളിൽ, 20കളുടെ അവസാനം. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ന് 100 വർഷം കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനുശേഷം 50 വർഷം മുമ്പ്, നേരത്തെ ഇദ്ദേഹം പറഞ്ഞ വിഭവങ്ങളുടെ പരിമിതി, ലിമിറ്റ്സ് ഓഫ് ഗ്രോത്ത്, ലിമിറ്റ്സ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ലോകത്തെ വിന്റർ ഇക്വേഷൻ വരുന്ന തലമുറയ്ക്ക് ഇതുണ്ടോ? വരുന്ന തലമുറയ്ക്ക് ഇതുണ്ടോ? കൽക്കരി ഉണ്ടാവോ ഇവിടെ? ഇല്ലല്ലോ. കൽക്കരി തീർന്നു, എണ്ണ തീർന്നു, ഗ്യാസ് തീർന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യാനറിയില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ അനാവശ്യമായ ഒരു ഇന്ധനത്തിൻ്റെ ഉപയോഗവും തെറ്റാണ്. ഇന്ധന ഉപയോഗം അന്ന് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല, ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. അതിനൊക്കെ മുമ്പാന്ന് പറയണേ. അത് മൂന്നാമത്തെ കാര്യം നമുക്കെല്ലാം അറിയാം. പാവപ്പെട്ട കർഷകർ, ഇവിടെ മറ്റേ കർഷകരുണ്ടാക്കുന്ന പരുത്തിയെടുത്ത് നാട്ടിൽ തുണി ഉണ്ടാക്കിയിരുന്ന ഗ്രാമീണ നെയ്ത്തുകാരുടെ ജീവിതം തകർക്കുന്നു. 3 വയലൻസാണ്. അപ്പോൾ ഗാന്ധിയുടെ അഹിംസാ സങ്കല്പം കേവലം മനുഷ്യനും തമ്മിൽ മാത്രമല്ല, മനുഷ്യനും പ്രകൃതിയും മനുഷ്യനും വരാനിരിക്കുന്ന തലമുറയും തമ്മിലുള്ള അഹിംസാ സങ്കല്പങ്ങളാണ്. ഞാൻ കൂടുതൽ വിഭവം ഉപയോഗിച്ചാൽ, ഇപ്പം നമ്മൾ വീട്ടിലുള്ള സ്വത്ത് മുഴുവൻ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ മക്കൾക്കൊന്നും ഉണ്ടാവില്ല, നമ്മുടെ മക്കളത് ഉപയോഗിച്ചാൽ അവരുടെ മക്കൾക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് പരിമിതമായ വിഭവമേ ലോകത്തുള്ളൂ. ഞാനത് കൂടുതൽ കവറെടുത്തു, കൂടുതൽ മണലെടുത്തു, കൂടുതൽ സിമെൻറ്റ് ഉപയോഗിച്ചു, കൂടുതൽ കറണ്ട് ഉപയോഗിച്ചു, കൂടുതൽ കൽക്കരി ഉപയോഗിച്ചു, വരുന്നവർക്കുണ്ടാവില്ല. അതാണ് അദ്ദേഹം പറഞ്ഞ ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി. വരാനിരിക്കുന്ന തലമുറയ്ക്ക് അതുണ്ടാവില്ല. അപ്പോൾ ഗാന്ധിയോട് ഇപ്പോഴും പ്രസക്തമായ മറ്റൊരു കാര്യം ബ്രിട്ടീഷുകാർ മറുപടി പറഞ്ഞ എങ്ങനെയാണെന്നറിയോ? ഇത് മാർക്കറ്റാണ്, കമ്പോളമാണ്. കമ്പോളം സ്വതന്ത്രവും സത്യസന്ധവുമാണ്. നിങ്ങളുടെ തുണി ഇവിടെ കൊണ്ടുവയ്ക്കൂ, ഞങ്ങളുടെ തുണി വയ്ക്കാം മാർക്കറ്റിൽ. എന്നിട്ടോ ഞങ്ങളുടെ തുണി വില കുറവാണ്, വെറൈറ്റി കൂടുതലാണ്, ക്വാളിറ്റി കൂടുതലാണ്. അല്ലേ? ജാഞ്ചസ്റ്റർ തുണി നമ്മുടെ ഖാദിയേക്കാൾ നന്നാവും, ക്വാളിറ്റി കൂടുതലാണ്, പല കളറിലുണ്ടാക്കാം അവർക്ക്, നമുക്ക് അത്രയൊന്നും പറ്റില്ല. അപ്പോൾ വില കുറവാണ്, നമ്മുടെ തുണി വില കൂടുതലാണ്. അപ്പോൾ ഗാന്ധി പറഞ്ഞു, നിങ്ങളുടെ മാർക്കറ്റ് അസത്യമാണ്, നിങ്ങളുടെ മാർക്കറ്റ് വയലൻസാണ്. എന്താ കാര്യം? നിങ്ങളുടെ ഈ തുണിയിൽ ഞങ്ങളുടെ ഭൂമി നശിപ്പിച്ചതിൻ്റെ വിലയുണ്ടോ? ഇല്ലല്ലോ. ഇത്രയും ഇന്ധനം ഉപയോഗിച്ചതിൻ്റെ വിലയുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളുടെ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടതിൻ്റെ വിലയുണ്ടോ? ഇല്ല. നമ്മളിത് വളരെ ലളിതമാണ്. മാവൂർ ഗോളിയോറൈൻസിനെ പറ്റി പഠിച്ചപ്പോൾ മാവൂർ ഗോളിയോറൈൻസിൻ്റെ തുണി വില കുറവാണെന്ന് പറയണമെങ്കിൽ മാവൂർ ഗോളിയോറൈൻസ് നശിപ്പിച്ച വയനാട്ടിലെ വനമറിയണം. നേരത്തെ പറഞ്ഞ പോലെയല്ല ഈ യൂക്കാലിയൊക്കെ വെച്ചത് അവർക്ക് വേണ്ടിയാണ്. അവിടെ വനം നശിച്ചതിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ വരെ വില മാവൂർ ഗോളിയോറൈൻസിൻ്റെ തുണിയിൽ വരണം. മാവൂർ ഗോളിയോറൈൻസ് നശിപ്പിച്ച ചാലിയാറുള്ള വെള്ളത്തിൻ്റെ വില ആര് കൊടുക്കും? അവിടെ വന്ന രോഗികളുടെ, വാഴക്കാട് ഗ്രാമത്തിലെ രോഗികളായ അദ്വരയടക്കമുള്ള ആളുകളുടെ, അതുകൊണ്ട് മരിച്ച ആളുകൾ, അതിൻ്റെ കോസ്റ്റ് നിങ്ങൾ കോസ്റ്റുള്ള കണക്കാക്കണേ. ശരി, ആ കോസ്റ്റ് ഗോളിയർ റൈൻസിൻ്റെ കോസ്റ്റിലുണ്ടോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾ അസത്യമാണ് പറയണേ. നിങ്ങളുടെ വില കുറവല്ല, ഞങ്ങളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യമുള്ളത് കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കൊന്നും തരാതെ കൊള്ളയടിച്ച മുതൽ. ഞാനിപ്പോൾ കൊള്ളയടിച്ച മരം കൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കി വില കുറവാന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ കുറേ മരം കൊള്ളയടിച്ചു നിങ്ങളെ, എന്നിട്ട് ഞാൻ ഫർണിച്ചർ ഉണ്ടാക്കിയുള്ള വില കുറവാട്ടോ. അത് നിങ്ങൾ കൊള്ളയടിച്ചതാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എങ്ങനെയാണ് ഗാന്ധിയെ ഇന്ന് വിലയിരുത്തേണ്ടത് എന്ന് എൻ്റെ ഒരു അഭിപ്രായം. അവസാനമായി എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഗാന്ധിയുടെ ഒരു തമാശ കഥയുണ്ട്. കഥ വളരെ ലളിതമാണ്, നീണ്ടുപോയാൽ ക്ഷമിക്കുക. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഒരാളായിരുന്നു ജനംലാൽ ബജാജ് എന്ന് പറയുന്ന ഗാന്ധിയുടെ വലിയ ശിഷ്യന്. വാർത്താശ്രമത്തിൽ ഗാന്ധിജി താമസിക്കുമ്പോൾ അദ്ദേഹമാണ് എപ്പോഴും ഇങ്ങനെ വന്ന് ഗാന്ധിയെ കാണാൻ വരും. അദ്ദേഹം വിദേശത്തും ഇന്ത്യയിലൊക്കെ ബിസിനസ് നടത്തുന്ന വലിയൊരു മുതലാളിയാണ്. പക്ഷേ ഗാന്ധിയോട് വലിയ താല്പര്യമാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ കാണാൻ വന്നപ്പോൾ ഗാന്ധിക്ക് ഒരു ഫോർഡ് കാറ് കൊടുത്തു. ഗാന്ധി ചോദിച്ചു, എനിക്ക് എന്തിനാടോ കാറ്? എനിക്ക് കാർ ആവശ്യമില്ല, എനിക്ക് കാളവണ്ടിയുണ്ട്, കുതിരവണ്ടിയുണ്ട്. അല്ല, പെട്ടെന്ന് പോണ്ടി വന്നാൽ, നമ്മളും അങ്ങനെയാണല്ലോ, പെട്ടെന്ന് പോണ്ടി വന്നാൽ കാറല്ല ഗുണം, നടക്കുക നല്ലത്. ഇപ്പോൾ കൊച്ചിയിൽ നമുക്കറിയാം, പെട്ടെന്ന് കാറെടുത്ത് പോയാൽ പെട്ടെന്ന് എത്തില്ല. കാരണം വേഗം നടക്കുകയാണെങ്കിൽ അതിലൊക്കെ വേഗത്തിലെത്തും. അപ്പോൾ പല സ്ഥലത്തും അങ്ങനെയാണ്. പക്ഷേ ഗാന്ധിയോട് നിർബന്ധിച്ച് അതവിടെയാക്കി, ഒരുപാട് എതിർത്തിട്ടും അവസാനം ഇയാൾ ഇട്ടിട്ട് പോയി. അന്ന് ഗാന്ധി അവിടെ കാറൊക്കെ ഇട്ടിട്ട് ജനംലാൽ ബജാജ് പോയി. അന്ന് കാർ ഓടിക്കാൻ ആർക്കും അറിയില്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, പെട്രോൾ പമ്പില്ല, വലിയ നല്ല റോഡ് പോലും ഇല്ല. ഒരാളെ ഇത് പഠിപ്പിച്ചു എന്ന് പറയുന്നത്, ഒരു ശിഷ്യന് ഇത് നന്നായി ഓടിക്കാനും സ്റ്റാർട്ടാക്കാനും സ്റ്റോപ്പാക്കാനും ഒക്കെ പഠിച്ചു. അതവിടെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് സ്റ്റാർട്ടാവാണ്ടായി. അന്ന് ഫോർഡ് കാർ നന്നാക്കണമെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ആൾ വരണം. അപ്പോൾ ഇത് ഇന്ത്യയിൽ തന്നെ എത്ര കാറുണ്ടാവും എന്നറിയില്ല. 1000, ബോംബെയിലൊക്കെ 1000 കാറുണ്ടെങ്കിലേ ഉള്ളൂ. ബോംബെ കഴിഞ്ഞാൽ പിന്നെ കാറുണ്ടെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് പോകണം. അങ്ങനെ കാറൊന്നുമില്ല. അപ്പോൾ ഇത് നന്നാക്കാൻ അറിയുന്നവരുമില്ല, റിപ്പയർമാരുമില്ല. അപ്പോൾ ഇദ്ദേഹം വന്ന് പറഞ്ഞു, ബാബു കാറ് കേടായി പോയി, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അത് മൂടിയിട്ടേക്കാൻ പറഞ്ഞു.
മൂടിയിട്ടു. ഒരു 5-6 മാസം കഴിഞ്ഞ് എല്ലാവരും മറന്നു, കാറിനെക്കുറിച്ച് മറന്നു. ഗാന്ധിജി പോകുന്നത് കാളവണ്ടിയിലും കുതിരവണ്ടിയിലുമാണ്. കുറേ കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ഈ ജനംലാൽ ബജാജ് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോൾ ഒരു ടെലഗ്രാം അടിച്ചു, ബാപ്പുജി ഞാൻ ഇന്ന ദിവസം ഇന്ന ട്രെയിന് സ്റ്റേഷനിൽ ഇറങ്ങും. നാഗ്പൂർ എന്ന് പറയുന്നതിൻ്റെ അടുത്താണ് വാർത്ത. ആരെങ്കിലും ആ വഴിക്കൊക്കെ പോകണമെങ്കിൽ വാർത്തയിൽ പോകുന്നല്ലതാണ്. അപ്പോൾ ഗാന്ധി പറഞ്ഞു ശരി. സാധാരണ വന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം വണ്ടി അയക്കുകയോ ഇദ്ദേഹത്തിന് ഒഴിവുണ്ട് ഇദ്ദേഹം തന്നെ പോവുകയോ ചെയ്യും. കാളവണ്ടിയോ കുതിരവണ്ടിയോ ആണ് കൊണ്ടുപോവുക. അന്ന് അദ്ദേഹത്തിനോട് തലേദിവസം ശിഷ്യൻ ചോദിച്ചു, ബാപ്പു നമുക്ക് നാളെ ഏതാ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ നാളെ നമുക്ക് കാളവണ്ടി പോയാൽ മതി. അപ്പോൾ രാവിലെ 4 മണിക്ക് പുറപ്പെടണം. രാവിലെ 4 മണിക്ക് എല്ലാം റെഡിയായി, കാളവണ്ടിയൊക്കെ റെഡിയായപ്പോൾ ബാപ്പുജി പറഞ്ഞു ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ വണ്ടി മാറ്റിക്കോളാൻ പറഞ്ഞു. കാള മുമ്പിൽ കെട്ടി വണ്ടിക്ക് പകരം ഫോർഡ് കാർ വെച്ചു. ഫോർഡ് കാറ് വണ്ടി അത് എന്നോടില്ലല്ലോ, അപ്പോൾ കാള വലിക്കട്ടെ. ഫോർഡ് കാറിൻ്റെ മുമ്പിൽ 2 കാളകളെ കെട്ടി കാളവണ്ടിക്കാരനോട് ബോണറ്റിൽ ഇരുന്നോളാൻ പറഞ്ഞു, ഡ്രൈവറോട് ബാക്കിൽ ഇരുന്നോളാൻ പറഞ്ഞു. ബാക്ക് സീറ്റിൽ ബാപ്പുജിയിലിരുന്നു. ചലോ റെയിൽവേ സ്റ്റേഷനിൽ ഇതുണ്ടോ ഇത് വലിച്ചാൽ പോണു. കാള വലിച്ച ഈ ബോർഡ് കാർ നീങ്ങുമോ? കുറേ ഇങ്ങനെ 1 മിനിറ്റ് 1 മണിക്കൂറിൽ ഒരു അടിയൊക്കെ പതുക്കെ നീങ്ങും. പക്ഷെ ബാപ്പുജിക്ക് ഒരു ടെൻഷനും ഇല്ല, നമ്മുടെ മാതിരിയൊന്നുമല്ല, ഒരു തിരക്കുമില്ല. ബാപ്പുജി ചോദിക്കുന്ന പോലും ഇല്ല എന്താ പോവാത്തതെന്ന്. അദ്ദേഹം അവിടെ ഇരുന്ന് നിൽക്കുന്നു, കത്തിന് മറുപടി എഴുതുന്നു. നമ്മളെ പോലെയല്ല, എല്ലാവരുടെ കത്തിന് മറുപടി അയക്കും. ഇങ്ങനെ കൊണ്ടുവന്നു കത്തിന് മറുപടി എഴുതുന്നു, ഗീത തർജ്ജമ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഒന്നും ചെയ്യുന്നില്ല. ഉച്ചയായപ്പോഴേക്കും ഇത് ഏതാണ്ട് ഗേറ്റിലെത്തിയിട്ടുള്ളൂ ആശ്രമത്തിൻ്റെ. പക്ഷെ മറ്റേ പുള്ളി അവിടെ വന്നപ്പോൾ ആകെ ടെൻഷനായി. ഞാൻ അയ്യോ ബാപ്പുജിക്ക് എന്തെങ്കിലും അസുഖമായിരിക്കുന്നു. അങ്ങനെ തന്നെ ബാപ്പുജി ഇയാളൊരു കുതിരവണ്ടിയൊക്കെ വാടകയ്ക്ക് വിളിച്ചിട്ട് ഓടി വരിക. ബാപ്പുജിക്ക് അസുഖമല്ലേ, അല്ലെങ്കിൽ ബാപ്പുജി വരില്ലേ? വണ്ടിയും വിട്ടിട്ടില്ല, എന്താണാവും. ഗേറ്റിൽ വരുമ്പോൾ ഈ കാഴ്ചയെ കാണുന്നത് കാള ഫോർഡ്, ആകെ പ്രശ്നം. ബാപ്പുജി ചോദിച്ചു, അല്ല ഇയാൾക്ക് ദേഷ്യം വന്നു. അയാൾ നല്ലൊരു കാറ് കൊടുത്ത് പോയിട്ട് അതിനെ കാള കെട്ടി വലിക്കേണ്ട ഒരു സ്ഥിതിയിലാക്കി, എന്തൊരു കഷ്ടമാണ്. അപ്പോൾ ഇയാൾ വന്നിട്ട് ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചു. ബാപ്പുജി അതൊന്നും പറയുന്നില്ല, ഇതെന്താന്ന് പറയുന്നില്ല. വളരെ സ്നേഹത്തിൽ, സാധാരണ വടക്കേ ഇന്ത്യക്കാരെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നിനക്ക് സുഖമാണോ, അച്ഛന് സുഖമാണോ, അമ്മയ്ക്ക് സുഖമാണോ, ഭാര്യയ്ക്ക് സുഖമാണോ, കുട്ടികൾക്ക് സുഖമാണോ, ബിസിനസ് നല്ലതാണോ, ബന്ധുക്കൾ നല്ലതാണോ, കൃഷി നല്ലതാണോ, കാലാവസ്ഥ നല്ലതാണോ, ഇങ്ങനെ 10 ചോദ്യം കൈസാഹേ. ഇയാൾ ഒരു മറുപടിയും പറയുന്നില്ല. ഇയാൾ എന്ന് ചോദിക്കണം, ഇതെന്താണെന്ന് ചോദിക്കണം. അപ്പോൾ പ്രശ്നമായി. കുറേ തർക്കം കഴിഞ്ഞപ്പോൾ ബാപ്പുജിക്ക് മനസ്സിലായി ഇയാൾ വിടാൻ പോണില്ല. എത്ര ഗാന്ധി ശിഷ്യനെ ഭക്തനാണെങ്കിലും ദേഷ്യം വരുമല്ലോ ഇത് കണ്ടാൽ. ഇവന് ദേഷ്യം വന്നു. അപ്പം ബാപ്പുജി വളരെ ചിരിച്ചിട്ട് പറഞ്ഞു, ഹിന്ദിയിലാണ്, ആപ്നെ മുജ്കോ എക്ക് ഫോർഡ് ദിയാനാ മൈനെ ഉസ്കോ ഓക്സ്ഫോർഡ് ബനായാനാ. ഫോർഡിനെ ഞാൻ ഓക്സ്ഫോർഡ് ആക്കിയില്ലേന്ന്. മനസ്സിലായില്ല? ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സ് എന്ന് പറഞ്ഞാൽ കാളയാ. നീ എനിക്ക് ഫോർഡല്ലേ തന്നെ, ഞാൻ അതിനെ ഓക്സ്ഫോർഡ് ആക്കി. ഇതൊരു തമാശയുടെ പ്രശ്നമല്ല. എടാ മരമണ്ട, എൻ്റെ കാളവണ്ടി ആയിരുന്നെങ്കിൽ നീ വരുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിന്നെ കൂട്ടി പോന്നേനെ. ഈ സാധനത്തിന് എൻ്റെ കാളയ്ക്ക് നിൻ്റെ ഈ വണ്ടി വലിക്കാൻ യാതൊരു ശേഷിയില്ല. നാളെ പെട്രോൾ ഇല്ലാതായാൽ ഇവിടെ ഉണ്ടാക്കുന്ന എക്സ്പ്രസ് ഹൈവേയിൽ എന്തോ ഓടിക്കും നമുക്കറിയില്ല. ഇവിടെ ഉണ്ടാക്കുന്ന ഇത്രയും വലിയ റോഡുകളിൽ എന്തോ ഓടിക്കുന്നറിയില്ല. എന്താ സംഭവിക്കാൻ പോണെന്നറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ റോഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ വലിയ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. വലിയ സാധനം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞേ, പ്രളയമുണ്ടായപ്പോൾ, കോവിഡ് ഉണ്ടായപ്പോൾ നമ്മുടെ ഒരു കാറും പ്രവർത്തിച്ചില്ല. നമുക്കൊരു കാർ ഉപയോഗം ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ സഹിച്ചു അല്ലേ? അങ്ങനെ ഇരുന്നു, കാറൊക്കെ വീട്ടിലിട്ട് മിണ്ടാണ്ടിരുന്നു. ചിലരുടെ കാർ മുങ്ങിപ്പോയി പ്രളയത്തിൽ. പ്രശ്നം ഞാൻ ദീർഘമായി പറയാനല്ല. ഗാന്ധിയെ നമ്മൾ എവിടെ നിന്നാണ് വായിക്കുന്നത്, എങ്ങനെയാണ് വായിച്ചു തുടങ്ങുന്നത്? നമ്മുടെ ഒരുപാട് വികസനം, ജീവിതം, സുഖം, സൗകര്യം, സന്തോഷം, സ്വാദ്, സൗന്ദര്യം ഒക്കെ ഉണ്ടല്ലോ. അതാണല്ലോ വികസനം. സുഖമാവുക, സൗകര്യമാവുക, സന്തോഷമാവുക, സ്വാദുണ്ടാവുക, സൗന്ദര്യം ഉണ്ടാവുക, ഇതൊക്കെ വികസനമാണ്. പക്ഷേ ഇതിനൊക്കെ പരിമിതി എവിടെയാണ്? ഇതെങ്ങനെയാണ് യാഥാർത്ഥ്യമാവുന്നത്? ഇത് എത്ര കാലം മുമ്പോട്ട് പോകും? തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന, ഏറ്റവും കൃത്യമായി പ്രകൃതി നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഈ കാലത്ത് നമ്മൾ 100 വർഷം ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുന്നത് അത് വലിയ കൃത്യമായൊരു സംഭവമാണ്. എനിക്ക് അപ്പോൾ പോകണില്ല, വേറെ ഇവിടെ ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ചർച്ച, ഇത്തരത്തിലൊരു ചർച്ച, ഇഫ് നോട്ട് ലേറ്റ് ബെറ്റർ എന്ന് ഞാൻ പറയുന്നു. അല്പം വൈകിയെന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ കുറേ മുമ്പ് 95 വർഷത്തിലും ചെയ്യായിരുന്നു എന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ. കാരണം എത്ര നേരത്തെ ചെയ്യുന്നുവോ അത്രയും നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഈ പരിപാടി, ഇപ്പം വെള്ളിയാഴ്ച വരെ നീളുന്ന ഈ പരിപാടി ഞാനിതിൻ്റെ മുഴുവൻ വായിച്ചു. ഞാൻ മേധാ പട്കർക്ക് അതിൻ്റെ തർജ്ജമയും കൊടുത്തു. അവർ പറഞ്ഞു ഇവിടെ വരുന്ന ആളുകളെക്കുറിച്ച്, തുഷാർ ഗാന്ധി ആയാലും, തേജ സെറ്റിൽവാഡായാലും, അല്ലെങ്കിൽ അനന്ത് പട്വർദ്ധനായാലും, അതുപോലെ വളരെ കൃത്യമായി സ്വന്തം നിലപാടുകൾ
വളരെ കൃത്യമായി പറയുകയും ഇന്ത്യയുടെ ഭാവി ഓരോ മേഖലയിലും എങ്ങനെയായിരിക്കണം എന്ന് പറയുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഇത്തരത്തിലൊരു കോൺഫറൻസ് കൊച്ചിയിൽ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. ഷിയാസും സംഘവും അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളും അത് ചെയ്തതിൽ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഇത് കോൺഫറൻസിൽ മാത്രം നിൽക്കരുത്, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് കൂടി പോകണം. അത് പോകുമെന്ന പ്രത്യാശയോടെ എന്നെ ക്ഷണിച്ചതിനും ക്ഷമിച്ചതിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നീലകണ്ഠൻ സാറിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. അടുത്തായി നമ്മുടെ ബഹുമാന്യരായ അതിഥികൾക്ക് DCC പ്രസിഡന്റ് നമ്മുടെ പരിപാടിയുടെ മൊമെൻറ്റോ സമ്മാനിക്കുന്നതാണ്. We request Srimati Medha Patkarji to receive the memento, the honor from the DCC President. അടുത്തായിട്ട് ബഹുമാന്യനായ സഹദേവൻ സാറിന് DCC പ്രസിഡന്റ് മെമൻറ്റോ കൈമാറും. നമുക്ക് ഏറെ പ്രിയങ്കരനായ എന്നും നമ്മളുടെ സബർമതിയുടെ പരിപാടികളിൽ പങ്കെടുത്ത് നമ്മോട് സഹകരിക്കുന്ന നീലകണ്ഠൻ സാറിന് മെമൻറ്റോ കൈമാറും. ഈ ചടങ്ങിന് ഔപചാരികമായി നന്ദി പറയുന്നതിന് DCCയുടെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ KV പോളിനെ ക്ഷണിക്കുന്നു. റെസ്പെക്റ്റഡ് മേധാ പട്കർജി, ബഹുമാനപ്പെട്ട ശ്രീ K. സഹദേവൻ, ബഹുമാനപ്പെട്ട ശ്രീ CR നീലകണ്ഠൻ, എറണാകുളം ജില്ലയുടെ ഊർജ്ജസ്വലനായ കോൺഗ്രസിൻ്റെ അമരക്കാരൻ ശ്രീ മുഹമ്മദ് ഷിഹാസ്, ഈ സെഷനിൽ പങ്കെടുത്ത പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇവിടെ സഹദേവൻ സാറിൻ്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ഇത് കാലം ഏൽപ്പിച്ച ഒരു അനിവാര്യതയാണ്. ദേശീയ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റാൻ പോകുന്ന നമ്മുടെ 6 ദിവസക്കാലത്തെ കോൺഫറൻസ്. അതിനകത്ത് ഏറ്റവും കാതലായ ഒരു സെഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇത് ഗാന്ധിയൻ ആദർശങ്ങളുടെ ഹരിത രാഷ്ട്രീയം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്കറിയാം, മഹാത്മജി നമ്മുടെ ദേശീയ പ്രക്ഷോഭത്തിൻ്റെ, നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മൂല്യങ്ങളുടെയും അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഗാന്ധിയൻ ദർശനങ്ങളാണ് എന്ന് നമുക്കറിയാം. പരിസ്ഥിതിയെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ഗാന്ധി പറഞ്ഞ ഒറ്റ വാചകം അതിനകത്ത് എല്ലാമുണ്ട്. നമുക്ക് ആവശ്യമുള്ളത്, ആഗ്രഹത്തിനുള്ളത് എല്ലാം പ്രപഞ്ചത്തിലുണ്ട്. നമ്മുടെ അത്യാഗ്രഹത്തിന് ഉള്ളത് മാത്രമാണ് പ്രപഞ്ചത്തിൽ ഇല്ലാതിരിക്കുന്നത് എന്ന് അദ്ദേഹം ഹരിതരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദർശനം പറയുകയുണ്ടായി. നമുക്കിപ്പോൾ സാധാരണ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും സ്നേഹിക്കുന്ന ഒന്നാണെങ്കിൽ, അതിനോട് ചേർത്ത് വയ്ക്കുന്ന ഹരിതരാഷ്ട്രീയം എന്ന് പറയുന്നത് അടുത്ത തലമുറയെ കൂടി സ്നേഹിക്കാൻ കഴിയുന്ന വിശാല മനസ്സാണ്. നമുക്കറിയാം, അടുത്ത തലമുറയിൽ നിന്ന് കടം കൊണ്ട ഒരു പ്രപഞ്ചത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഈ പ്രപഞ്ചത്തെ ഒരു പരുക്കമില്ലാതെ അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതാണ് ഗാന്ധിയൻ ദർശനത്തിൻ്റെ കാതൽ എന്നത്. അതുകൊണ്ടാണ് ഈ സെമിനാറിൽ, ഇവിടുത്തെ ഈ കോൺഫറൻസിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായത്. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശ്രീമതി മേധാ പട്കറുടെ സാന്നിധ്യം, ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട സമഗ്രമായ ഗാന്ധിയൻ ദർശനത്തിൽ അതിൻ്റെ സമഗ്രമായ ഒരു നിരീക്ഷണമാണ്
അവരുടെ പ്രസംഗത്തിൽ ഇവിടെ ഉണ്ടായത്. നിരവധി കാര്യങ്ങൾ. നർമ്മദ ബജാവോ എന്ന മുദ്രാവാക്യം മാറി ദേശ് ബജാവോ എന്ന മുദ്രാവാക്യം ആണ് വർത്തമാനകാലത്തിൽ പ്രസക്തി എന്ന് പറഞ്ഞ് ആരംഭിച്ചു. സത്യം തന്നെയാണ് ദൈവം. ഇതെല്ലാം ഗാന്ധിയൻ എക്കോണമിയെക്കുറിച്ച് അവർ പറഞ്ഞത് അത് സമഗ്രമാണ്, സസ്റ്റൈനബിളാണ്, എക്കോളജിക്കലാണ്, അത് നീതിനിഷ്ഠമാണ് എന്നെല്ലാം അവർ പറഞ്ഞു വച്ചു. വളരെ സുപ്രധാനമായ ഗാന്ധിയൻ നിരീക്ഷണങ്ങളുടെ ആ പ്രസംഗമാണ് അവരുടെ നടത്തിയത്. ഞാൻ I would like to extend our sincere thanks to Madam Medha Patkarji for your valuable presence and excellent and comprehensive speech based on Gandhian ideology. Thank you, Madam. Thank you, Didi. ഇവിടെ സഹദേവൻ സാറ് വളരെ കാര്യമായി സഹദേവൻ സാറ് പറഞ്ഞു വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, മഹാത്മാഗാന്ധി എത്രത്തോളം ദീർഘവീക്ഷണമുണ്ടായിരുന്ന ആളാണ്. ഈ യന്ത്രവൽക്കരണവും വ്യവസായവൽക്കരണവും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ പരിസ്ഥിതിയുടെ അപകടത്തെക്കുറിച്ച് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത് പ്രവചനപരമായ ഒരു കാഴ്ചപ്പാടായിരുന്നു മഹാത്മജിയുടെ എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വച്ചു. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സഹദേവൻ സാറിന് നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ CR നീലകണ്ഠൻ, നമ്മുടെ ഏറ്റവും നമുക്ക് പരിചിതനായ നമ്മുടെ സാന്നിധ്യമാണ് നീലകണ്ഠൻ സാറ്. പരിസ്ഥിതിക്ക് വേണ്ടിയും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും മൂല്യങ്ങൾക്ക് വേണ്ടിയും എല്ലാം നിലകൊള്ളുന്ന അദ്ദേഹത്തിന് എറണാകുളം DCCയുടെ പേരിലും സമർപ്പതി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് ഷിയാസ്, നമ്മുടെ 6 ദിവസക്കാലത്തെ ഇത് ഇന്നലെ തിരശ്ശീല ഉയർന്ന ഈ നമ്മുടെ ഈ കോൺഫറൻസ് ഇത് ദേശീയ അന്തർദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്ന ഒരു കോൺഫറൻസാണ്. വളരെ അവധാനതയോടുകൂടി വളരെ കൃത്യമായി അത്യുധ്വാനം ചെയ്ത് ഇതെല്ലാം DCCയും സബർമതി പഠന ഗവേഷണ കേന്ദ്രവുമായി ഇത് ഒരുമിച്ച് നടത്തുമ്പോൾ അതിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന നമുക്ക് അഭിമാനമായ എറണാകുളത്തിൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ അമരക്കാരൻ മുഹമ്മദ് ഷിയാസിന് എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ വളരെ നന്നായി ബഹുമാനപ്പെട്ട ദീദിയും CRും K സഹദേവൻ സാറും ഒക്കെ പങ്കെടുക്കുന്ന ആ സെമിനാറിൻ്റെ ഔന്നത്യം ഉൾക്കൊണ്ട് ഇതിനകത്ത് പങ്കെടുത്ത എല്ലാ സഹോദരന്മാർക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും സമർമതി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ ഈ ആദ്യത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെല്ലാവർക്കും ഭക്ഷണം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കുക. എല്ലാവരും കൂടി ഒരുമിച്ച് പോകണ്ട. കുറച്ച് ആളുകൾ പോയി ഭക്ഷണം കഴിച്ച് അടുത്ത ഒരു ടീമായി പോകുന്ന ഒരു രീതിയിലേക്ക് എല്ലാവരും. ഇപ്പോൾ മഴയായതുകൊണ്ട് പെട്ടെന്ന് ഓടി അങ്ങോട്ട് എല്ലാവരും കൂടി പോകണ്ട. കുറച്ച് ആളുകൾ ഒരു 100-150 പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള ഒരു അവസരമുണ്ട്. ബാക്കിയുള്ള ആളുകൾ സാവധാനം കഴിച്ച് ഇവിടെ തന്നെ വന്നിരിക്കുക. നമ്മൾ